ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्. निगमकल्पतरोर्गलितं फलं सुगमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुगाः. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ.
सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि वातालयेशमनिशं हृदि भावयामि। ओम नमो भगवते वासुदेवाय। ओम नमो नारायणाय। श्री गुरुवायूरप्पा शरणम्। ओम नमः परमऋषिभ्यो नमः परमऋषिभ्यः। श्री गुरुभ्यो नमः। നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം സുസ്വാഗതം. ഹരി ഓം. ഭാഗവതജ്ഞാനഗംഗ തുടരുകയാണ്. ദശമസ്കന്ധത്തിലെ 55-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദ്യുമ്നോൽപ്പത്തി ചരിതം. 2 ക്ലാസ് കഴിഞ്ഞു. മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമുക്ക് അവസാന ഭാഗം കാണാമെന്ന് വിചാരിക്കുന്നു. 40 ശ്ലോകങ്ങളുള്ളതിൽ 25ഓളം ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് വേഗം വായിക്കാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പഞ്ചപഞ്ചാശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. കാമസ്തു വാസുദേവാംശോ ദഗ്ധഃ പ്രാഗ് രുദ്രമന്യുനാ ദേഹോപപത്തയേ ഭൂയഃ തമേവ പ്രത്യപദ്യത. स एव जातो वैदर्भ्यां कृष्णवीर्यसमुद्भवः प्रद्युम्नैति विख्यातः सर्वतो अनवमः पितुः. तं शम्बरकामरूपी हृत्वा तोकम् अनिर्दशम् स विदित्वा आत्मनः शत्रुं प्रास्य उदन्वत्यगाद्गृहम्. तं निर्जगार बलवान् मीनः सोऽपि अपरैः सह वृतो जालेन महता गृहीतो मत्स्यजीविभिः. तं शम्बराय कैवर्ता उपाजख्रुरुपायनं सुदामहानसं नीत्वा वद्यन् स्वदितिनाद्भुतम्. दृष्ट्वा तदुदरे बालं मायावत्यै निवेदयन् नारदो कथयत् सर्वं तस्या शङ्कितचेतसः. बालस्य तत्त्वमुल्पत्तिं मत्स्योदरनिवेशनम्. सा च कामस्य वै पत्नीरतिर्नाम यशस्विनी पत्युर्निर्दग्धदेहस्य देहोल्पत्तिं प्रतीक्षति. निरूपिता शम्बरेण सा सूपौदनसाधने कामदेवं शिशुं बुद्ध्वा चक्रे स्नेहं तदार्भगे. नातिदीर्घेण कालेन स कार्ष्णीरूढयौवनः जनयामास नारीणां वीक्षन्तीनां च विभ्रमम्. सा तं पतिं पद्मदलायते क्षणं प्रलम्बबाहुं नरलोकसुन्दरं सव्रीडहासोत्तपितब्रुवेक्षति प्रीत्योपदस्थैरतिरङ्गसौरदैः. तामाह भगवान् कार्ष्णिः मातस्ते मदिरन्यदा
മാതൃഭാവമതിക്രമ്യ വർത്തസേ കാമിനീ യദാ. രതിരുവാച ഭവാൻ നാരായണസുതഃ ശംബരേണാഹൃതോ ഗൃഹാത് അഹം തേ അധികൃതാ പത്നി രതിഃ കാമോ ഭവാൻ പ്രഭോ. ഏഷ ത്വാ നിർദ്ദശം സിന്ധൗ അക്ഷിപത് ശംബരോസുരഃ മത്സ്യോഗ്രസീത് തദുദരാത് ഇഹ പ്രാപ്തോ ഭവാൻ പ്രഭോ. തമിമം ജഹി ദുർധർഷം ദുർജയം ശത്രുമാത്മനഃ മായാ സതവിദം ത്വം ച മായാഭിർമോഹനാദിഭിഃ. പരിശോചതി തേ മാതാ പുരരീവ ഗതപ്രജാ പുത്രസ്നേഹാകുലാദീന വിവത്സാ ഗൗരിവാതുരാ. പ്രഭാഷ്യൈവം ദദൗ വിദ്യാം പ്രദ്യുമ്നായ മഹാത്മനെ മായാവതി മഹാമായാം സർവമായാവിനാശിനീം. സ ച ശംബരമഭ്യേത്യ സംയുഗായ സമാഹ്വയത് അവിഷഹ്യൈസ്തം ആക്ഷേപൈഃ ക്ഷിപൻ സഞ്ജനയൻ കലിം. സോധിക്ഷിപ്തോ ദുർവചോഭിഃ പാദാഹതൈവോരഗഃ നിശ്ചക്രാമ ഗദാപാണിഃ അമർഷാത് താമ്രലോചനഃ. ഗദാമാവിദ്യ തരസാ പ്രദ്യുമ്നായ മഹാത്മനെ പ്രക്ഷിപ്യ വ്യനദന്നാദം വജ്രനിഷ്പേഷനിഷ്ഠുരം. താമാപതന്തീം ഭഗവാൻ പ്രദ്യുമ്നോ ഗദയാ ഗദാം അപാസ്യ ശത്രവേ ക്രുദ്ധഃ പ്രാഹിണോത്സ്വഗദാം നൃപ. സ ച മായാം സമാശ്രിത്യ ദൈദേയീം മയദർശിതാം മുമുജേസ്ത്രമയം വർഷം കാർഷ്ണൗ വൈഹായസോസുരഃ. ബാധ്യമാനോസ്ത്രവർഷേണ രൗക്മിണേയോ മഹാരഥഃ സ ത്വാത്മികാം മഹാവിദ്യാം സർവമായോപമർദിനീം. തതോ ഗൗഹ്യകഗാന്ധർവപൈശാചോരകരാക്ഷസീഃ പ്രായുങ്ക്തഃ സദസോ ദൈത്യഃ കാർഷ്ണിർവ്യതമയത്സതാഃ. നിശാതം അസിമുദ്യമ്യ സ കിരീടം സകുണ്ഡലം ശംബരസ്യ ശിരക്കായാത് താമ്രസ്മസ്രോജസാഹരത്. ആകീര്യമാണോ ദിവിജൈഃ സ്തുവദ്ഭിഃ കുസുമോത്കരൈഃ ഭാര്യയാംബരചാരിണ്യാ പുരം നീതോ വിഹായസാ. അന്തഃപുരവരം രാജൻ ലലനാശതസങ്കുലം വിവേശ പത്ന്യാ ഗഗനാത് വിദ്യുദേവ വലാഹകഃ. തം ദൃഷ്ട്വാ ജലദശ്യാമം വേദകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം. സ്വലംകൃതമുഖാംബോജം നീലവക്രാളകാളിഭിഃ കൃഷ്ണം മത്വാ സ്ത്രിയോ ഹ്രീതാ നിലില്യുഃ തത്ര തത്ര. അവധാര്യ ശനൈരീഷദ്വൈലക്ഷണ്യേന യോഷിതഃ ഉപജഗ്മുഃ പ്രമുദിതാഃ സസ്ത്രീരത്നം സുവിസ്മിതാഃ. അദ തത്ര അസിതാഭാംഗീ വൈദർഭീ വൽഗുഭാഷിണീ അസ്മരത് സ്വസുതം നഷ്ടം സ്നേഹസ്നുതപയോധരാ. കോന്വയം നരവൈഡൂര്യഃ കസ്യ വാ കമലക്ഷണഃ ധൃതക്കയാ വാ ജഠരേ കേയം ലബ്ധാ ത്വനേന വാ. മമ ചാപ്യാത്മജോ നഷ്ടോ നീതോ യഃ സൂതികാ ഗൃഹാത് ഏതത്തുല്യവയോ രൂപോ യദി ജീവതി കുത്രചിത്. കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർംഗധന്വനഃ ആകൃത്യാവയവൈർഗത്യാ സ്വരഹാസാവലോകനൈഃ. സ ഏവ വാ ഭവേന്നൂനം യോ മേ ഗർഭേ ധൃതോർഭഗഃ അമുഷ്മിൻ പ്രീതിരധികാ വാമസ്ഫുരതി മേ ഭുജഃ. ഏവം ഇമാം സമാനായാം വൈദർഭ്യാം ദേവകീസുതഃ ദേവക്യാനഗദുന്ദുഭ്യാം ഉത്തമശ്ലോക ആഗമത. വിജ്ഞാതാർത്ഥോപി ഭഗവാൻ തൂഷ്ണീമാസ ജനാർദ്ദനഃ നാരദോ അകഥയത് സർവം ശംബരാഹരണാദികം. തച്ഛ്രുത്വാ മഹദാശ്ചര്യം കൃഷ്ണാന്തഃ പുരയോഷിതഃ അഭ്യനന്ദൻ ബഹൂനബ്ധാൻ നഷ്ടം മൃതമിവാഗതം. ദേവകീ വസുദേവശ്ച കൃഷ്ണരാമൗ തഥാ സ്ത്രിയഃ ദമ്പതീ തൗ പരിഷ്വജ്യ രുക്മിണീ ച യയുർമുദം. നഷ്ടം പ്രദ്യുമ്നമായാതമാകർണ്യദ്വാരകൗകസഃ അഹോ മൃദൈവായാതോ ബാലോ ദിഷ്ട്യേദിഹാബ്രുവൻ. യം വൈ മുഹുഃ പിതൃസ്വരൂപനിജേശഭാവാഃ തന്മാതരോ യദഭജൻ രഹരൂഢഭാവാഃ.
ചിത്രം ന തദ്ഖലു രമാസ്പദബിംബബിംബേ കാമേ സ്മരേക്ഷി വിഷയേ കിമുതാന്യനാര്യഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പ്രദ്യുമ്നോൽപത്തി നിരൂപണം നാമ പഞ്ചപഞ്ചാശത്തമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ പ്രദ്യുമ്ന ഉൽപ്പത്തി. വാസുദേവാംശമായ കാമദേവൻ മുമ്പ് മഹാദേവന്റെ നേത്രാഗ്നിയാൽ ദഹിച്ചിരുന്നു. പിന്നീട് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് രുക്മിണിയുടെയും കൃഷ്ണന്റെയും പുത്രനായി ജനിച്ച കഥയാണ്. ജനിച്ച് 10 ദിവസം തികയുന്നതിന് മുമ്പേ ശംബരൻ എന്ന അസുരൻ ഈ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി കടലിൽ വലിച്ചെറിഞ്ഞു. കാരണം ആ ശംബരന്റെ മരണം കാമദേവന്റെ കയ്യിൽ നിന്നാണെന്ന് അദ്ദേഹം അറിയാം. അപ്പോൾ കാമദേവനാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത് എന്നുള്ള അറിവോടുകൂടെ തൻ്റെ അന്തകനെ ശരിപ്പെടുത്താൻ വേണ്ടിയാണ് ശംബരാസുരൻ ഈ പണി ചെയ്തത്. പക്ഷേ എന്താ പറയുക, വിധിയെ മാറ്റാൻ ആർക്കും ആവില്ല. അതെങ്ങനെയായാലും തിരിഞ്ഞു വരും. അയാളുടെ പ്രാരബ്ധം അയാൾ അനുഭവിച്ചേ പറ്റൂ, അല്ലേ? അപ്പോൾ ആ കുട്ടിയെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി. മത്സ്യത്തെ മുക്കുവന്മാർ പിടിച്ചു. മുക്കുവന്മാർ ശംബരാസുരന് തന്നെ ആ വലിയ മത്സ്യത്തെ സമ്മാനമായി കൊടുത്തു. അവിടെയുള്ള അടുക്കളയിലുള്ള സൂതന്മാർ ആ മത്സ്യത്തെ മുറിച്ചപ്പോൾ മത്സ്യത്തിൻ്റെ ഉള്ളിൽ സുന്ദരനായൊരു കുട്ടിയെ കണ്ട് അത്ഭുതപരതന്ത്രരായി ആ അടുക്കളയുടെ ഉത്തരവാദിത്വമുണ്ടായിരുന്ന മായാവതി എന്ന സ്ത്രീയെ ഏൽപ്പിച്ചു. ആ മായാവതിയും വളരെ കൗതുകത്തോടെ സന്തോഷത്തോടെ ആ കുട്ടിയെ ഏറ്റെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി വന്ന് മായാവതിയോട് രഹസ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഈ കുട്ടി അങ്ങയുടെ ഭർത്താവായ കാമദേവനാണ്, അങ്ങ് രതിദേവിയാണ് ഇപ്പോൾ മായാദേവിയായിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ പതിപത്നിമാരാണ് എന്നുള്ള രഹസ്യം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം മായാവതി വളർന്നു വരുന്ന ഈ കുട്ടിയുടെ നേരെ ഒരു കാമുകനെ പോലെ ഉള്ളതായിട്ടുള്ള പെരുമാറ്റം പ്രകടിപ്പിച്ചു. അത് ഈ കുട്ടി ചോദ്യം ചെയ്തു. എന്താ അമ്മേ ഇത്? മാതൃഭാവം അതിക്രമ്യ വർത്തസേ കാമിനീയത. മാതൃഭാവത്തെ അതിക്രമിച്ച ഒരു കാമിനിയെ പോലെ വർത്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ രതീദേവി മായാവതി മറുപടി കൊടുത്തു. ഭവാൻ നാരായണസുതഃ ശംബരേണ ആഹൃതോ ഗൃഹാത് അഹം തേ അധികൃതാ പത്നി രതിഹി കാമോ ഭവാൻ പ്രഭോ. ഭവാൻ കാമനാണ്, നാരായണസുതനായി ജനിച്ചതാണ്. ശംബരാസുരനാൽ ഗൃഹത്തിൽ നിന്ന് അപഹരിച്ച് കടലിൽ എറിയപ്പെട്ടതാണ്. ഇപ്പോൾ തിരിച്ചു വന്നതാണ്. ഞാൻ അങ്ങേക്ക് അധികാരപ്പെട്ടതായിട്ടുള്ള പത്നിയാകുന്നു. എൻ്റെ പേര് രതി, അല്ലെങ്കിൽ കാമദേവന്റെ പത്നിയായ രതിയാകുന്നു ഞാൻ. അങ്ങ് കാമദേവനുമാകുന്നു. ഈ അസുരൻ ശംബരാസുരൻ അങ്ങയെ 10 ദിവസം തികയുന്നതിന് മുമ്പിൽ സിന്ധുവിൽ ക്ഷേപിച്ചു. അങ്ങനെ ഒരു മത്സ്യം ഗ്രസിച്ചു. അതിൻ്റെ ഉദരത്തിൽ നിന്ന് ഇപ്പതാ അങ്ങ് പ്രാപിക്കപ്പെട്ടു. അതുകൊണ്ട് അങ്ങയുടെ ശത്രുവായ ദുർജയം ജയിക്കാൻ പ്രയാസനും കീഴ്പ്പെടുത്താൻ പ്രയാസമുള്ളവനുമായ അനേകവിധ മായകൾ അറിയുന്നവനുമായിട്ടുള്ള ഇവനെ അങ്ങ് വധിച്ചാലും എങ്ങനെ? മായാബിർ മോഹനാദിബി, മോഹനാദി മായകളെ കൊണ്ട് ഇവനെ ജയിക്കണം, ഇവനെ വധിക്കണം. അങ്ങയുടെ അമ്മ രുക്മിണീദേവി
ഒരു കുരരപ്പക്ഷി അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ നഷ്ടപ്പെട്ട ആ പശുവിനെ പോലെയോ വളരെയധികം ആകുലതയോടെ കരയുന്നു. അതുകൊണ്ട് അമ്മയെ ചെന്ന് കാണേണ്ടതുണ്ട്, അമ്മയെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പ്രദ്യുമ്നായിക്കൊണ്ട് മായാവതി മഹാമായാം വിദ്യാം സർവമായാ വിനാശിനീം വിദ്യാം ദദൗ, എല്ലാ മായകളെയും നശിപ്പിക്കാനുള്ളതായിട്ടുള്ള വിദ്യാമായയെ നൽകി എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ആ മായയെല്ലാം അഭ്യസിച്ചതായിട്ടുള്ള പ്രദ്യുമ്നൻ ശംബരന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ ആക്ഷേപിച്ചു, യുദ്ധത്തിനായിക്കൊണ്ട് വെല്ലുവിളിച്ചു. ആ ആക്ഷേപങ്ങൾ സഹിക്കാൻ പറ്റാത്ത ആയിട്ട് ചവിട്ടേറ്റ പാമ്പിനെ പോലെ ഗദാപാണിയായി അമർഷത്തോടെ ചുവന്ന കണ്ണുകളോടുകൂടെ നിഷ്ക്രമിച്ചു വന്നു, അന്തഃപുരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് പ്രദ്യുമ്നന്റെ നേർക്ക് വേഗത്തിൽ ഗദയെ എറിഞ്ഞു. എന്നിട്ട് ഇടിവിട്ടും പോലെയുള്ളതായിട്ടുള്ളൊരു അട്ടഹാസത്തെയും പുറപ്പെടുവിച്ചു. ജനതൻ നാദം വജ്രനിഷ്പേഷ നിഷ്ഠുരം. തന്റെ നേർക്ക് പാഞ്ഞു വരുന്നതായിട്ടുള്ള ഗദയെ പ്രദ്യുമ്നൻ തന്റെ ഗദ കൊണ്ട് അപാസ്യ ദൂരേക്ക് തട്ടിക്കളഞ്ഞ് ശത്രുവേ ക്രുദ്ധ പ്രാഹിണോത് സ്വഗതാം നൃപ, ശത്രുവിന്റെ നേർക്ക് സ്വഗതയെ ക്രുദ്ധനായിക്കൊണ്ട് എറിഞ്ഞു. അപ്പോൾ അവൻ മായയെ സ്വീകരിച്ചുകൊണ്ട് ദൈതേയീ മായ കൊണ്ട് ആ മയനാൽ ഉപദേശിക്കപ്പെട്ട മായാവിദ്യകളെ കൊണ്ട് അസ്ത്രമയമായ വർഷം ആ കൃഷ്ണപുത്രന്റെ നേരെ ആകാശത്ത് നിന്നുകൊണ്ട് അസുരൻ പ്രയോഗിച്ചു. ആ രൗക്മിണേയൻ മഹാരഥനാണെങ്കിലും അസ്ത്രവർഷേണ ബാധ്യമാന സത്വാത്മിക മഹാവിദ്യാം സർവമായോപവർദ്ധിനി, സർവമായകളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള തന്റെ സത്വാത്മികയായ മഹാവിദ്യയെ പ്രയോഗിച്ചു. അപ്പോൾ അവൻ അസുരൻ ഗൗഹ്യക ഗാന്ധർവ പൈശാച ഉരക രാക്ഷസീഹി പ്രായുക്ത, പലതരത്തിലുള്ളതായിട്ടുള്ള മായകളെ ഗൗഹ്യകമായ, ഗാന്ധർവമായ, പൈശാചമായ, ഉരകമായ, രാക്ഷസീമായ ഇങ്ങനെയുള്ള മായകളെയൊക്കെ പ്രയോഗിച്ചു. ശതശഹ നൂറുകണക്കിന്. എന്നാൽ കാർഷ്ണിഹി വ്യതമയത് സതാഹ, ആ മായകളെയെല്ലാം കൃഷ്ണപുത്രൻ നശിപ്പിച്ചു. വ്യതമയത്. പിന്നീട് പ്രദ്യുമ്നൻ വലിയൊരു മൂർച്ചയേറിയ വാളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശംബരസ്യ ശിരഹ സകിരീടം സകുണ്ടലം ശിരഹ താമ്രസ്മശ്രു ശിരഹ, കുണ്ടലവും കിരീടവും ചെമ്പിച്ച താടിയും മീശയുമെല്ലാം ഉള്ളതായിട്ടുള്ള ശംബരന്റെ ശിരസിനെ കായാത് ഓജസാ അഹരത്, അവന്റെ ശരീരത്തിൽ നിന്ന് തന്റെ ബലം കൊണ്ട് പ്രഭാവം കൊണ്ട് ഹരിച്ചെടുത്തു. അങ്ങനെ ശംബരന്റെ ശിരച്ഛേദം ചെയ്ത് ശംബരനെ വധിച്ചു. ആ ശംബരവധം കഴിഞ്ഞപ്പോൾ ദേവന്മാരെല്ലാവരും സ്തുതിച്ചുകൊണ്ട് കുസുമവർഷം ചെയ്തു. അഗീര്യമാണോ ദിവിജൈഹി സ്തുവദ്ഭിഹി കുസുമോത്കരൈഹി. അങ്ങനെ അംബരകാരിണ്യ ഭാര്യ പുരം നീതഃ വിഹായസ, ആകാശത്തിലൂടെ അംബരകാരിണിയായ മായാവതിയാൽ പ്രദ്യുമ്നൻ ദ്വാരകാപുരത്തിലേക്ക് നയിക്കപ്പെട്ടു, പുരത്തിലേക്ക് നയിച്ചു കൊണ്ടുപോയി. അപ്പോൾ പ്രദ്യുമ്നനെ വീണ്ടും ഭഗവാനോട് ചേർക്കുന്നത് മായാവതി എന്ന വിദ്യാമായ തന്നെയാണ് അല്ലേ. പ്രദ്യുമ്നൻ എന്നാൽ ബുദ്ധിയുടെ എന്താ പറയുക, ദേവതയാണ്. ബുദ്ധിയെ ഭഗവാനോട് ചേർക്കേണ്ട പരിപാടിയാണ് ഇവിടെ സൂക്ഷ്മമായിട്ട് കഥയിലൂടെ പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധി ശംബരാസുരന്മാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് അല്ലേ, ശംബരാസുരൻ എന്ന് പറഞ്ഞാൽ അസുര സ്വഭാവം തന്നെ, ദൈത്യ സ്വഭാവങ്ങൾ, പലതരത്തിലുള്ള തമോ ഗുണ രജോ ഗുണമായ കാപട്യങ്ങൾ ഈ അസുരന്മാരുടെ പിടിയിലാണെന്ന് ലോകത്തെ എല്ലാവരും. ശംബരാസുരൻ അല്ലെങ്കിൽ ഇപ്പോൾ ബാണാസുരൻ അതുപോലെയുള്ള അസുരന്മാരുടെ പിടിയിൽപ്പെടും നമ്മുടെയൊക്കെ മനസ്സും ബുദ്ധിയും. അവരിൽ നിന്ന് മോചിപ്പിക്കണം. അതിന് എന്ത് വേണം? വിദ്യാമായ വേണം. ആ വിദ്യാമായാണ് ഇവിടെ ഇപ്പോൾ രതീദേവി അല്ലെങ്കിൽ മായാവതിയായിട്ട്
പ്രകടമായത്. രതീദേവി വാസ്തവത്തിൽ പരാശക്തിയുടെ തന്നെ അംശമാണ്, വിദ്യാമായ തന്നെയാണ്. അപ്പോൾ വിദ്യാമായയെ ഉപദേശിച്ചു. ആ വിദ്യാമായ ഉള്ളിലുള്ള ആസുരിക മായകളെയെല്ലാം ജയിച്ചു. ഉപാസന കൊണ്ട് നമ്മുടെ ചിത്തശുദ്ധി, വാസനാക്ഷയം ഇതെല്ലാം സാധിക്കുന്നതിൻ്റെ മറ്റൊരു ഡെമോൺസ്ട്രേഷനാണ് ഈ പ്രദ്യുമ്നൻ്റെ കഥയും. എന്നിട്ട് ബുദ്ധിയെ ആരോട് ചേർക്കണം? ബുദ്ധി ഭഗവാനോട് ചേരണം. ദ്വാരകാപുരിയിലേക്ക് വന്ന് ഭഗവാന്റെ കീഴിലാവണം, ഭഗവാന്റെ അധീനതയിലാവണം, ഭഗവാന്റെ പുത്രനായി ഭഗവാനോട് കൂടെ ചേരണം. അപ്പോൾ ആ ബുദ്ധിയിൽ എപ്പോഴും ഭഗവത് ചിന്ത, ഭഗവത് സേവാചിന്ത. പ്രദ്യുമ്നന്റെ ബുദ്ധിയിൽ എപ്പോഴും എന്തായിരിക്കും ചിന്ത? കൃഷ്ണചിന്ത. കൃഷ്ണനെ ഞാൻ എങ്ങനെ സേവിക്കും? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സ്വപിതാവാണ്. അപ്പൊ തന്റെ പിതാവിനെ താൻ എങ്ങനെയാണ് സേവിക്കുക? ആത്മാത്വം ഗിരിജാമതി അല്ലേ? മഹാദേവൻ ആചാര്യ ഭഗവത്പാദര് ശിവമാനസ പൂജയിൽ പറഞ്ഞു, ഗിരിജാമതി, ബുദ്ധി ഗിരിജയെ പോലെ. ഈശ്വരൻ ആത്മാവാണ്. ഇവിടെ കൃഷ്ണൻ ആത്മാ, ഇവിടെ മതി അഥവാ ബുദ്ധിയാണ് പ്രദ്യുമ്നൻ. ഗിരിജാഭാവം. ഗിരിജ എങ്ങനെ മഹാദേവനെ സേവിച്ചുവോ അതുപോലെ ഈ മതി അഥവാ പ്രദ്യുമ്നൻ കൃഷ്ണനെ സേവിക്കണം. വളരെ സൂക്ഷ്മമാണ്, ചിന്തിച്ച് മനസ്സിലായാൽ മനസ്സിലാവട്ടെ, ഇല്ലെങ്കിൽ വിട്ടേക്ക്, ഇല്ലെങ്കിൽ കഥ മാത്രം എടുക്കുക. നമ്മുടെ പുരഞ്ജനോപാഖ്യാനത്തില് പുരഞ്ജനന് എന്താ പറ്റിയത്? പുരഞ്ജനിയോടുകൂടി ചേർന്നതാണ് പ്രശ്നം. പുരഞ്ജനി എന്ന് പറഞ്ഞാൽ അവിടെ പുരങ്ങളെ ജനിപ്പിക്കുന്നതായിട്ടുള്ള ദേഹാഭിമാനം ഉള്ള ബുദ്ധി, ദേഹാഭിമാനിയായ ബുദ്ധിയാണ് പുരഞ്ജനി. ആ ബുദ്ധിയോട് ചേർന്നപ്പോൾ പുരഞ്ജനൻ എന്ന ജീവൻ അടിമയായിത്തീരുന്നു, അധപ്പതിക്കുന്നു, വ്യക്തിത്വം ഇല്ലാതെയാവുന്നു, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. എന്നാൽ അതേ പുരഞ്ജനൻ ഒരു ബ്രാഹ്മണൻ വന്ന് ഉപദേശിച്ചപ്പോൾ അല്ലേ, ഹംസമായി തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയി. ആ ബ്രാഹ്മണ ബുദ്ധി എന്ന് പറഞ്ഞാൽ സാത്വിക ബുദ്ധി, ഈശ്വര ബുദ്ധി, തത്വബോധം, അതാണ് ബ്രാഹ്മണ ബുദ്ധി. അപ്പോൾ ബ്രാഹ്മണൻ എന്ന അജ്ഞാതനാമാവായ സുഹൃത്ത് സഖാവ്, ആ സഖാവ് വന്ന് ഈ ജീവനെ ഈശ്വരൻ്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോയി അല്ലേ. അതുപോലെ ഇവിടെ നമ്മുടെ ബുദ്ധി ഇന്നിപ്പോൾ ദേഹാദികളിൽ ഭ്രമിച്ച് അസുര സ്വഭാവം വർദ്ധിച്ചിരിക്കുന്നു. ആസുര വാസനകൾ നമ്മുടെ ഉള്ളിൽ പലതരം മായകളായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, നമ്മളെ വഞ്ചിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ആസുര വാസനകളെയൊക്കെ നമ്മൾ വിദ്യാമായ കൊണ്ട് ജയിക്കണം. വിദ്യാമായ എന്ന് പറഞ്ഞാൽ ഉപാസനയിലൂടെ ബുദ്ധിയെ ശുദ്ധമാക്കണം, ചിത്തത്തെ ശുദ്ധമാക്കണം. എന്നിട്ട് ഈശ്വരനോട് ചേരണം, ഭഗവാനോട് ചേരണം. അതാണ് ദ്വാരകയിലേക്ക് തിരിച്ചു വരവ്. ഇതൊക്കെ ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങളാണ്, ചിന്തിക്കാൻ വേണ്ടി തരികയാണ്. ചിന്തിക്കാം. കാരണം പ്രദ്യുമ്നൻ ചതുർവ്യൂഹ ഉപാസനയിൽ ബുദ്ധി തത്വമാണ്, ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയാണ്. ആത്മാനം രതിനം വിദ്ധി ശരീരം രഥമേവത്തു ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധി സാരഥിയാണ്, ആത്മാവാണ് പ്രധാനി. രതിക്ക് വേണ്ടിയിട്ടാവണം സാരഥി. രതിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, ആജ്ഞയ്ക്കനുസരിച്ച്, ഇച്ഛയ്ക്കനുസരിച്ച് രതിയെ ലക്ഷ്യത്തിലെത്തിക്കേണ്ടത് സാരഥിയാണ്. രതിനാ സഹ വർത്തത്തെ ഇത് സാരഥി. രതിയോട് കൂടെ വർത്തിക്കുന്നവനാണ് സാരഥി.
സാരഥ്യം എന്ന് പറഞ്ഞാൽ രതിക്കാണ് പ്രാധാന്യം. നിങ്ങളൊരു കാറ് വാങ്ങിച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഡ്രൈവറെ ഓടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആളാണ്. ഡ്രൈവർക്ക് വേണ്ടിയിട്ടാണോ കാറ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ കാറ്? അപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യണം? അതിൻ്റെ ഉടമസ്ഥൻ്റെ, കാറിൻ്റെ ഉടമസ്ഥൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണം, ഓടിക്കണം. ഉടമസ്ഥൻ എവിടേക്ക് പോകാൻ പറയണോ അവിടേക്ക് പോകണം. ഉടമസ്ഥനെ സുരക്ഷിതമായ വേഗത്തിൽ, സുരക്ഷിതമായ മാർഗത്തിലൂടെ കൊണ്ടുപോയി ലക്ഷ്യത്തിലേക്ക് എത്തിക്കലാണ് ഡ്രൈവറുടെ പണി. അതാണ് നമ്മുടെ ബുദ്ധിയുടെയും പണി. ബുദ്ധി ഈ രതിയായ ജീവനെ അനുസരിച്ച് ജീവനെ ആ ഈശ്വര തത്വത്തിലേക്ക് എത്തിക്കുക, ലയിപ്പിക്കുക, യോഗം പ്രാപിപ്പിക്കുക. അതാണ് ഈ ജീവഭാവം ഉള്ളതുവരേക്കും ബുദ്ധിയാകുന്ന സാരഥിക്ക് ചെയ്യാനുള്ളത്. ബുദ്ധി നല്ല ബോധമുള്ളതായിരിക്കണം, അറിവുള്ളതായിരിക്കണം. കാര്യങ്ങളെല്ലാം വിശദമായി വൃത്തിയായി ക്ലാരിറ്റി ഉള്ള ബുദ്ധിയായിരിക്കണം. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ബുദ്ധി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിഭ്രമിക്കും, അല്ലേ? ഒരു സാരഥിക്ക് വഴി അറിയില്ലെങ്കിൽ ഓരോ നാൽക്കവലകൾ കാണുമ്പോഴും അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വണ്ടി ഓടിക്കും. ആരും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ, ചോദിക്കാനും പറയാനൊന്നും ആളില്ലാത്ത ദേശങ്ങളാണ്, നാട്ടുംപുറങ്ങളൊക്കെ ആണെങ്കിൽ വഴി തെറ്റാനേ ഒഴിവുണ്ടാവുള്ളൂ, ഒരിക്കലും ലക്ഷ്യത്തിലെത്തുകയില്ല. അപ്പം അതുകൊണ്ട് രതിക്ക് വഴി അറിഞ്ഞില്ലെങ്കിൽ പോലും സാരഥിക്ക് അറിഞ്ഞിരിക്കണം. സാരഥി അതിനുള്ള പ്രാഗൽഭ്യം നേടിയിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ സാരഥ്യത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. വാഹനത്തിൻ്റെ ഉടമസ്ഥന് ഏത് വഴിയാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, എവിടെയാണ് നല്ല റോഡുള്ളത്, ഏത് വഴിക്ക് പോയാൽ ബുദ്ധിമുട്ടില്ലാതെ എത്താം, അപകടങ്ങളില്ലാതെ എത്താം, വഴിയിൽ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലേ? വലിയ ദീർഘദൂരമൊക്കെ പോകുമ്പോൾ വഴിയിൽ പെട്രോൾ അടിക്കണം, ആളുകൾക്ക് പെട്രോൾ വേണം, അല്ലേ? ഭക്ഷണം കഴിക്കണ ഇടയ്ക്ക് വല്ല ടോയ്ലറ്റിലൊക്കെ പോകണം. ഇതിനൊക്കെ സൗകര്യമുള്ള വഴികളിലൂടെ വേണം പോകാൻ. വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുള്ള വഴികൾ വേണം. അപ്പോൾ ഇതൊക്കെ ആരാണത് അറിയേണ്ട ആള്? ബാധ്യസ്ഥൻ ഡ്രൈവറാണ്. അതുപോലെയാണ് നമ്മുടെ ബുദ്ധിയാകുന്ന സാരഥി ലക്ഷ്യത്തെയും മാർഗത്തെയും അതിലുണ്ടാവുന്ന തടസ്സങ്ങളും അതിലുള്ള സുഖഗതികളും എല്ലാം അറിഞ്ഞിരിക്കേണ്ടവനാണ് ഈ ബുദ്ധി. അപ്പോഴേ ഈ ജീവനാകുന്ന രതിയെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക യാത്രയിൽ ബുദ്ധിക്കും വലിയൊരു സ്ഥാനം ഉണ്ട്, വലിയ സ്ഥാനമുണ്ട്. മറ്റുള്ള എല്ലാ കരണങ്ങളെക്കാൾ പ്രധാനമാണ് ബുദ്ധി. ബുദ്ധിം തു സാരഥിം വിദ്ധി. വേദാന്ത വിദ്യയ്ക്ക് അധികാരിയായിരിക്കേണ്ട ഒരാൾ ഊഹാപോഹ വിചക്ഷണ. വിവേകം നല്ലോണം ഉണ്ടാവണം, നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാകണം. അതേപോലെ തന്നെ ഊഹാപോഹ വിചക്ഷണനായിരിക്കണം. ഓരോ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി ചിന്തിക്കാനും നിരീക്ഷണം ചെയ്യാനും കളയേണ്ടതിനെ കളയാനും എടുക്കേണ്ടതിനെ എടുക്കാനും ഒക്കെയുള്ള സാമർഥ്യമുള്ള വേദാന്ത വിദ്യാർത്ഥികൾക്ക് യാത്ര എളുപ്പമാകും, ലക്ഷ്യപ്രാപ്തി എളുപ്പമാകും. മന്ദബുദ്ധികൾക്ക് വളരെ പ്രയാസമാണ്. അപ്പോൾ ബുദ്ധിയുടെ സ്ഥാനം മനസ്സിലാക്കുക. ആ ബുദ്ധി തെളിഞ്ഞതായിരിക്കണം, ശുദ്ധമായിരിക്കണം, ഈശ്വരനോട് ചേർന്നിരിക്കുന്നതായിരിക്കണം, ഈശ്വര സേവയിൽ നിർത്തുന്നതായിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രദ്യുമ്ന തത്വം. ചിന്തിക്കുക. ബുദ്ധി, കാമം ഒക്കെ പര്യായ ശബ്ദങ്ങൾ തന്നെയാണ് ഒരർത്ഥത്തിൽ. നമ്മുടെ കാമങ്ങൾ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള കാമങ്ങളായിരിക്കണം. ആത്മനോ മോക്ഷായ ജഗദ്ഹിതായ. കാമമുണ്ടാകുമ്പോൾ
ഈ ചിന്ത ഉടനെ വരണം. എൻ്റെ ഈ കാമം എൻ്റെ മോക്ഷത്തിനുതകുമോ, അതോ മോക്ഷത്തിന് പ്രതിബന്ധമാകുമോ? എൻ്റെ ഈ കാമം ഈ ലോകത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അഹിതം ഉണ്ടാക്കുമോ, ഏതെങ്കിലും ഹാനി ഉണ്ടാക്കുമോ, ആർക്കെങ്കിലും ഹിംസ ഇതുമൂലം ഉണ്ടാകുമോ, വിഷമമുണ്ടാകുമോ? അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ സ്വാർത്ഥത മാത്രം പോരാ, പരന് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കാത്ത രീതിയിലുമായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. അതാണ് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച. എല്ലാ പ്രവൃത്തികളെയും ഗൈഡ് ചെയ്യേണ്ട രണ്ട് മോട്ടീവ്, രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ ഈ അളവുകോൽ കയ്യിൽ വെക്കണം എന്നർത്ഥം. എന്തൊക്കെയാണ് അളവുകോൽ നമ്മുടെ പ്രവൃത്തികൾക്ക്? ഒന്ന്, ഞാൻ ചെയ്യുന്നത് എന്നെ പിന്നിലേക്കടിക്കുമോ, എൻ്റെ ആത്മീയ യാത്രയിൽ എനിക്ക് വലിയ വീഴ്ചയിലേക്ക് നയിക്കുമോ? അത് ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ. ഈ ചെയ്യുന്നതിൽ ജഗത്തിന് എന്തെങ്കിലും അഹിതം, ഹാനി, ആർക്കെങ്കിലും എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഹിംസ, വേദന അതുണ്ടാവുന്നുണ്ടോ? ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. എല്ലാവരോടും എനിക്ക് ആ സ്നേഹഭാവം ഉണ്ടാവണം. ജഗത്തിനെ സ്നേഹിക്കുന്നവന് മാത്രമുള്ളതാണ് ആത്മജ്ഞാനം. കാരണം ജഗത്തും ആത്മാവും ഈശ്വരനും ഒന്നു തന്നെയായതുകൊണ്ട് ജഗത്തിനെ വെറുക്കുന്നവർക്ക് ആത്മജ്ഞാനമോ മോക്ഷമോ വിധിച്ചിട്ടില്ല. അതാണ് സർവാത്മഭാവം. ആ സർവാത്മഭാവം വന്നതിന് ശേഷമേ യഥാർത്ഥ ആത്മൈക്യബോധം ഉറയ്ക്കുള്ളൂ. എല്ലാം ഒരേ ആത്മാവാണ്, എല്ലാം ഒരേ ഈശ്വരനാണ്, എല്ലാം ഞാൻ തന്നെയാണ് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ആ തോന്നൽ നമുക്ക് കൂട്ടി ഉറപ്പിക്കണം എല്ലാവരിലും. അതിൻ്റെ അർത്ഥം എല്ലാവരും ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും അധർമ്മങ്ങളെയും നമ്മൾ കണ്ണടച്ച് കാണാതിരിക്കണം, അതിനെ വിമർശിക്കാതിരിക്കണം, അതിനോട് പ്രതികരിക്കാതിരിക്കണം എന്നൊന്നുമല്ല. അവരെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരെ തിരുത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. അവർ വഴിതെറ്റിപ്പോകുന്നത് കാണുമ്പോൾ നേരായ വഴിക്ക് തിരിച്ചു വിളിക്കണം. ഇങ്ങോട്ട് വരൂ, നിങ്ങൾ പോയി കഷ്ടപ്പെടണ്ട, നിങ്ങൾക്കും ഈ വഴിയിലൂടെ വരാം, നമുക്കൊന്നിച്ചു പോകാം. എന്തിനു വഴിതെറ്റിപ്പോകണം എന്ന് വഴിതെറ്റിപ്പോകുന്നവരെ തിരിച്ചു വിളിച്ച് നേരായ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു കാരുണ്യം, ആ കാരുണ്യം ഉള്ളിലുള്ളവരെ മറ്റുള്ളവർ ചെയ്യുന്ന അധർമ്മങ്ങളെ അധർമ്മമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയുള്ളൂ. അത് തെറ്റാണ്, അത് ശരിയായ വഴിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ മക്കൾ, തീരെ വിവരമില്ലാത്ത കുട്ടികൾ ഇലക്ട്രിസിറ്റിയിൽ ഒരു യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഇൻസുലേഷനും അല്ലെങ്കിൽ വേണ്ട പ്രൊട്ടക്ഷനും ഒന്നുമില്ലാതെ തോന്നിയതുപോലെ പെരുമാറിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളുടെ കുട്ടി ചെറിയ കുട്ടിയാണ്, അഗ്നിയിൽ കളിക്കുന്നു, നിങ്ങൾ സമ്മതിക്കുമോ? അതെല്ലാം ഈശ്വര നിശ്ചയമാണ്. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. ആരെങ്കിലും സ്വന്തം കുട്ടികൾ അഗ്നിയുമായിട്ട് കളിക്കുമ്പോൾ വെറുതെ വിടുവോ? ഏതെങ്കിലും വലിയ ജലാശയത്തിൽ ചെന്ന് വീഴാൻ പോകുന്നു, പൊട്ടക്കിണറ്റിലേക്ക് അറിയാതെ ചെന്ന് ചാടാൻ പോകുന്നു. നമ്മുടെ സ്വന്തം കുട്ടികളാണെങ്കിൽ നമ്മൾ തടയുകയില്ലേ? ഏതെങ്കിലും ആപത്തിലേക്ക് കുട്ടികൾ ചാടാൻ പോകുമ്പോൾ തടയുക എന്നുള്ളത് ആ കുട്ടികളോട് സ്നേഹമുള്ള രക്ഷിതാക്കളുടെ കടമയല്ലേ? സ്നേഹമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ പെരുമാറുന്നത്?
ആ ആറ്റിറ്റ്യൂഡായിരിക്കണം നമുക്ക് ലോകത്തിൽ മറ്റ് തെറ്റ് ചെയ്യുന്ന ആളുകളോടും. അവർ സ്വയം നശിക്കുകയും മറ്റുള്ളവർക്കും ഉപദ്രവമുണ്ടാക്കുകയും മറ്റുള്ളവരുടെ മനസ്സിനെയും ദുഷിപ്പിക്കുന്നവർ കലുഷിതമാക്കുന്നു അവരുടെ പ്രവൃത്തി കൊണ്ട്. അപ്പോൾ അവരുടെ എത്രയോ കാലം കൊണ്ട് ആർജിച്ചെടുത്ത ആ ശുദ്ധിയൊക്കെ ഈ കാലുഷ്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. ഒരാൾ നമ്മളെ യാതൊരു കാര്യമില്ലാതെ വെറുതെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നാൽ എത്രയോ കാലമായിട്ട് നമ്മൾ ശാന്തരായി സത്വഗുണം ആർജിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് അനാവശ്യമായിട്ടുള്ള പ്രകോപനം. അപ്പം എന്താവും? നമ്മുടെ ഉള്ളിലും രജോ ഗുണം ഉണർന്നു വരും, പഴയ അഴുക്കുകളൊക്കെ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രകോപനങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ അവരെ തടയുക എന്നുള്ളത് ന്യായമാണ്. നമ്മളുടെ ശാന്തിക്കും ശുദ്ധിക്കും അത് ആവശ്യമാണ്. നമ്മൾക്ക് സ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അടുത്ത വീട്ടിൽ പാട്ടും കൂത്തും ബഹളവും അടിപൊളിയും കലഹങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്വൈര്യം ഉണ്ടാവുമോ? ഉറങ്ങാൻ പറ്റുമോ? ഇതുപോലെ തന്നെയാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന അധർമ്മങ്ങളെ നമ്മൾ വിമർശിക്കേണ്ട എന്നൊന്നും ഇവിടെ പറഞ്ഞില്ല. അതിന് എതിരെ എന്താ പറയുക, പ്രതികരിക്കേണ്ട എന്നും പറഞ്ഞില്ല. മറ്റുള്ളവർക്ക് സുഖമായിരിക്കാൻ, കൂടുതൽ ഭൂരിപക്ഷത്തിന് സ്വസ്ഥതയുണ്ടാവാൻ, വലിയ ഹിംസ ഒഴിവാക്കാൻ ചെറിയ ഹിംസകൾ അനുവദിച്ചിട്ടുള്ളതാണ്. ചിലർക്ക് വേദനിച്ചു എന്ന് വരും നമ്മൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ. സാരമില്ല. നമ്മൾ കുട്ടികൾ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേദനയായിട്ട് തോന്നും. കുട്ടികൾ അച്ഛനമ്മമാരെ ആ നിമിഷം വെറുക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാരത് ചെയ്യാതിരിക്കണോ? അപ്പം അത് തന്നെയാണ് സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ബാധ്യത, ഒരു കടപ്പാട് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആരും അതിനുള്ള എന്താ പറയുക ഒരു ധൈര്യം കാണിക്കില്ല. എല്ലാവരും ഭീഷ്മപിതാമഹന്മാരാണ് അല്ലേ? ഭീഷ്മപിതാമഹൻ എങ്ങനെയാണോ ദുര്യോധനാദികൾ തോന്നിയവാസം ചെയ്തപ്പോൾ അതിനൊന്നും പ്രതികരിക്കാതെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരുന്നു. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് കയ്യും മലർത്തിക്കൊണ്ടിരുന്നു. അവസാനം അങ്ങനെയുള്ള ഭീഷ്മപിതാമഹന് വലിയ ശരശയ്യയിൽ അനേക കാലം കിടക്കേണ്ടി വന്നു. അതുപോലെ ആയിരിക്കും നമ്മളും സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങൾ, അനീതികൾ, അധർമ്മങ്ങൾ, ഇതിനെയൊക്കെ അത് അധർമ്മമാണ്, അനീതിയാണ് എന്ന് പറയാതിരിക്കുന്നിടത്തോളം കാലം, പ്രതിരോധിക്കാതിരിക്കുന്നിടത്തോളം കാലം, അതിനെ തടയാൻ ശ്രമിക്കാത്ത കാലം നമ്മളും ഭീഷ്മപിതാമഹന്മാരാണ്. നമുക്കും കാത്തിരിക്കുന്നത് വലിയ ശരശയ്യകളാണ്. അതുകൊണ്ട് പറയേണ്ടിടത്ത് ധർമ്മം പറയണം. അനുഷ്ഠിക്കുന്നതും അനുഷ്ഠിക്കാതിരിക്കുന്നതും രണ്ടാമതാണ്. അവർ നമ്മളെ ധിക്കരിച്ച്, നമ്മളെ വെല്ലുവിളിച്ച് അനുഷ്ഠിക്കാതിരിക്കാം, നമ്മളെ വെറുക്കാം, അതൊക്കെ രണ്ടാമത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം. ഇതെപ്പോഴും സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ കണ്ണടച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് വിചാരിച്ചിരിക്കുന്നത് മൗഢ്യമാണ്, ജഡസ്വഭാവമാണ്. അതുകൊണ്ട് നല്ല പ്രതികരണശേഷിയുള്ളവരായി വളരുക. മാനസികവും ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ള ശക്തി ആർജിക്കുക. അതുപോലെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ശക്തി ആർജിക്കുക. ഇതൊക്കെ വേണ്ടതാണ് എന്ന് പറയാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ കഥയിലേക്ക് വരാം. 26-ാമത്തെ ശ്ലോകം മുതൽക്ക്. പ്രദ്യുമ്നനും മായാവതിയും ആകാശത്തിലൂടെ ദ്വാരകാപുരിയിലേക്ക് വന്നു ചേർന്നു. അവിടെ എന്ത് സംഭവിച്ചു? അന്തഃപുരവരം രാജൻ ലലനാശതസങ്കുലം
വിവേശപത്ന്യാ ഗഗനാത് വിദ്യുദേവ ബലാഹകഃ തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം സ്വലങ്കൃതമുഖാംബോജം നീലവക്രാളകാളിഭിഃ കൃഷ്ണം മത്വാ സ്ത്രിയോ ഹ്രീദാ നിലില്യുഃ തത്ര തത്ര. അന്തഃപുരവരം രാജൻ ലലനാശതസങ്കുലം വിവേശപത്ന്യാ ഗഗനാത് വിദ്യുദേവ ബലാഹകഃ തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം സ്വലങ്കൃതമുഖാംബോജം നീലവക്രാളകാളിഭിഃ കൃഷ്ണം മത്വാ സ്ത്രിയോ ഹ്രീദാ നിലില്യുഃ തത്ര തത്ര. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, പത്നിയാ വിവേശ, പത്നി സഹിതനായി പ്രവേശിച്ചു. ആര്? പ്രദ്യുമ്നൻ പ്രവേശിച്ചു. എവിടേക്ക് പ്രവേശിച്ചു? അന്തഃപുരവരം വിവേശ. അന്തഃപുരവരം, ആ ശ്രേഷ്ഠമായ അന്തഃപുരത്തെ എന്നർത്ഥം. ലോകത്തിലുള്ള അനേക അന്തഃപുരങ്ങളുണ്ട്. അതിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ദ്വാരകയിലെ അന്തഃപുരം. സാക്ഷാൽ സ്വർഗത്തിലെ സഭയായ സുധർമ്മ പോലും ഈ ദ്വാരകാപുരിയിലാണ്. ലോകത്തിലുള്ള സകല ഐശ്വര്യങ്ങളും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സ്ഥാനമാണ് ഈ ദ്വാരക. അപ്പോൾ തീർച്ചയായിട്ടും അന്തഃപുരങ്ങളിൽ വെച്ച് വരം അഥവാ ശ്രേഷ്ഠം തന്നെയാണ് ഈ ദ്വാരകാപുരി. അവിടേക്ക് വിവേശ. എങ്ങനെയുള്ള അന്തഃപുരവരം? അതിനെ വിശേഷിപ്പിച്ചതാണ് ലലനാശതസങ്കുലം. ലലന എന്ന് പറഞ്ഞാൽ യൗവനയുക്തകളായ സ്ത്രീകളെ പറയുന്നതാണ് ലലന. ലളിത, ലലന, ഇതൊക്കെ സമാന അർത്ഥ പദങ്ങളാണ്. ക്രീഡിക്കുക എന്നുള്ള ധാതുവാണ് ലള് എന്നുള്ളതായിട്ടുള്ള ധാതു. ലലതേ, ക്രീഡതേ, ഇതി ലലന, ഇതി ലളിത. ഇവിടെ ലളിതാദേവിയെ കുറിച്ച് പറയുമ്പോൾ എന്ത് ക്രീഡയാണ് ചെയ്യുന്നത്? പഞ്ചകൃത്യപരായണ, അല്ലേ? സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങളാകുന്ന 5 ലീലകൾ ചെയ്യുന്നവൾ, 5 ക്രീഡകൾ ചെയ്യുന്നവൾ പഞ്ചകൃത്യപരായണയാണ് ലളിതാദേവി. ക്രീഡിക്കുന്നവളാണ്. അനേക അവതാരമൂർത്തികളെടുത്ത് ക്രീഡിക്കുന്നവളാണ്. ലലനയും അതുപോലെയുള്ള യൗവനയുക്തകളായിട്ടുള്ള സ്ത്രീകളിലെന്നർത്ഥം. എല്ലാവരെയും ആനന്ദിപ്പിക്കാനുള്ള സാമർഥ്യമുള്ളവർ, സന്തോഷിപ്പിക്കുന്നവർ എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലലനാ ശതസങ്കുലം, അനേക സ്ത്രീകൾ നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഈ അന്തഃപുരവരം. അവിടേക്ക് പ്രവേശിച്ചു പത്നിയോടുകൂടെ. ഏതുപോലെ? ഗഗനാത് വിദ്യുതാ ഇവ ബലാഹകഃ. ഗഗനാത് വിവേശ എന്നാണ്. ഗഗനാത് ആകാശാത്, ആകാശത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ലാൻഡ് ചെയ്തു ഭൂമിയിൽ, ദ്വാരകാപുരിയിലേക്ക് എളുപ്പം വന്നു ചേർന്നു. ഏതുപോലെ? വിദ്യുതാ ബലാഹകഃ ഇവ. വിദ്യുതാ സഹ. വിദ്യുത എന്ന് പറഞ്ഞാൽ വിദ്യുത്ത് എന്ന് പറഞ്ഞാൽ മിന്നൽ. അപ്പൊ മിന്നലോടുകൂടിയ വലാഹകഃ, വലാഹകം മേഘം, മിന്നലോടുകൂടിയ മേഘത്തെ പോലെ. അപ്പൊ ഇവിടെ പ്രദ്യുമ്നനെ മേഘത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. കാർമേഘം പോലെ കറുത്തവനാണ്. കൃഷ്ണന്റെ വർണ്ണം തന്നെയാണ് പ്രദ്യുമ്നൻ, ആ കറുത്തവൻ. അല്ലേ? ലോകത്തിലേക്ക് വെച്ച് സുന്ദരൻ കാമദേവൻ പ്രദ്യുമ്ന രൂപത്തിൽ കറുത്തവനായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ ഭാരതീയ സൗന്ദര്യ സങ്കല്പങ്ങളിൽ കറുപ്പാണ് അഴക്, വെളുപ്പ് പാണ്ടാണ്. പക്ഷെ നമ്മളുടെ ബോധത്തെ വെള്ളക്കാർ വന്ന് കീഴടക്കി. മറ്റത് നമ്മുടെ എന്താ പറയുക, കൗരവന്മാരിൽ ധൃതരാഷ്ട്ര സഹോദരൻ പാണ്ഡു അധികം വെളുത്തവനായതുകൊണ്ടാണ് അയാളെ പാണ്ഡു എന്ന് വിളിച്ചത്. ശരീരത്തിന് അമിതമായിട്ടുള്ള വെളുപ്പ്. അന്ന് കാലത്തെ വെള്ളക്കാരൻ, അതാണ് അയാൾക്ക് പാണ്ഡു എന്ന് പേര് വന്നത്. അതൊരു എന്താ പറയുക, ഭാരതീയ സൗന്ദര്യത്തിന് വിരുദ്ധമായിട്ടുള്ളൊരിതായിരുന്നു ഈ
അധിക വെളുപ്പ്. നമ്മുടെ ഇവിടുത്തെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ കറുപ്പും അല്ലെങ്കിൽ ബ്രൗണിഷ് കളറുകളൊക്കെയാണ് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക്, അല്ലേ? നമ്മുടെ ഭൂമധ്യരേഖയോടടുത്ത് കിടക്കുന്നതായിട്ടുള്ള രാജ്യങ്ങളാണ് ആഫ്രിക്കയും ഇന്ത്യയും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ട് അവിടെയുള്ള ആളുകളൊക്കെ ഈ നിറം മങ്ങിയവരാണ്. ട്രോപ്പിക്കൽ കൺട്രീസ് എന്ന് പറയും. അവിടെയുള്ളവർക്ക് ശരീരത്തിൽ ഈ മെലാനിൻ എന്ന് പറയുന്ന ഒരു അംശം കൂടുതലാണ്. ആ വിറ്റാമിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് കറുത്തിരിക്കും. അത് സൗന്ദര്യമാണ് ഇവിടുത്തെ. ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ആ സുന്ദരനായ പ്രദ്യുമ്നൻ ഇവിടെ വന്നിറങ്ങി. അനേക യുവതികളായ സ്ത്രീകൾ നിറഞ്ഞിരിക്കുന്ന അന്തഃപുരത്തിലേക്ക് എന്നാണ്. വിദ്യുതാ ഇവ ബലാഹക, മിന്നലിനോട് ഉപമിച്ചതാരെയാ മായാവതിയെ എന്ന് വെച്ചാൽ രതീദേവിയാണേ. സാക്ഷാൽ രതീദേവി സുന്ദരിയാണ്. അപ്പോൾ സുന്ദരിയായ രതീദേവിയെ മിന്നലിനോട് ഉപമിച്ച് ഭഗവാൻ പ്രദ്യുമ്നനെ ബലാഹകം അഥവാ മേഘത്തോട് ഉപമിച്ചിരിക്കുകയാണ്. കാർമേഘം പോലെ മിന്നലും മേഘവും ഒന്നിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നർത്ഥം. തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം. തം ദൃഷ്ട്വ, അവനെ കണ്ടിട്ട്. അവൻ ആരാണ്? പ്രദ്യുമ്നൻ. ആ പ്രദ്യുമ്നനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബഭാവും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം സ്വലംകൃതമുഖാംബോജം. ഇത്രയും പദങ്ങൾ. ആ സ്വലംകൃത മുഖാംബോജത്തെ നീലവക്രാളകാളിഭി എന്നും കൂടി മുമ്പേ ചേർത്തിട്ടുണ്ട്. നീലവക്രാളകാളിഭി സ്വലംകൃത മുഖാംബോജം. അപ്പോൾ എന്തൊക്കെയാണ് പ്രദ്യുമ്നന്റെ വിശേഷണങ്ങളോട് പറഞ്ഞ്? ജലദശ്യാമം, ജലദം ഇവ ശ്യാമം. ജലദം, മേഘം തന്നെ ജലത്തെ ദാനം ചെയ്യുന്നത്, വെള്ളം തരുന്നത്. അതാണ് ജലദം. മേഘം, മേഘം പോലെ ശ്യാമം, കറുത്ത വർണ്ണമുള്ളതും. പീതകൗശേയ വാസസം, പീതകൗശേയം മഞ്ഞപ്പട്ട്, മഞ്ഞപ്പട്ടാകുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നവൻ കൃഷ്ണനെ പോലെ തന്നെ. പ്രലംബബാഹു, ദീർഘമായ കൈകൾ, താഴേക്ക് മുട്ടുവരെ നീണ്ടു നടക്കുന്ന കൈകൾ, പ്രലംബബാഹു. താമ്രാക്ഷം, ചന്താമരക്കണ്ണനാണ്, ചുവന്ന കണ്ണുകളോടുകൂടിയവനാണ്. സുസ്മിതം, മുഖം എപ്പോഴും മന്ദസ്മിതത്തോടു കൂടിയവനാണ്. രുചിര ആനനം, നല്ല ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന കാന്തിയുള്ള മുഖം. സു അലങ്കൃത മുഖാംബോജം. എന്തുകൊണ്ട്? നീലവക്ര അളകാളിഭി. അളകം എന്ന് പറഞ്ഞാൽ കുറുനിരകൾ, ഞാന്നു കിടക്കുന്ന ചുരുണ്ട മുടികളാണ്, മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടികളെയാണ് അളകം എന്ന് പറയുക. ആ അളക അളിബിഹി എന്ന് പറഞ്ഞാൽ അളകക്കൂട്ടങ്ങൾ എന്നർത്ഥം, അല്ലെങ്കിൽ വണ്ടുകൾ എന്നും അർത്ഥം. അളകാളിഭി, അളകങ്ങളാകുന്ന വണ്ടുകളാൽ. അതെങ്ങനെയുള്ളത്? നീലവും വക്രവും. അളകങ്ങൾ, നീലം എന്ന് പറഞ്ഞാൽ കറുത്ത നിറം, വക്രം എന്ന് പറഞ്ഞാൽ ചുരുണ്ടത്. അപ്പൊ കറുത്തതും ചുരുണ്ടതുമായിട്ടുള്ള അളകങ്ങളാകുന്ന വണ്ടുകളാൽ ഈ മുഖമാകുന്ന കമലം നല്ല പോലെ അലങ്കരിക്കപ്പെടും. താമരയാകുമ്പോൾ വിരിഞ്ഞിരിക്കുമ്പോൾ ധാരാളം വണ്ടുകൾ വന്ന് അല്ലേ താമരയിലിരിക്കും. അതുപോലെ ഇദ്ദേഹത്തിന്റെ താമര പോലെയുള്ള മുഖത്ത് ഈ കുറുനിരകളാകുന്ന വണ്ടുകൾ ശോഭിക്കുന്നു എന്നർത്ഥം. അതാണ് നീലവക്രാളകാളിഭി സ്വലങ്കൃത മുഖാംബോജം. സുഷ്ടു അലങ്കൃത മുഖാംബോജം, നന്നായി അലങ്കരിക്കപ്പെട്ട മുഖകമലത്തോടു കൂടിയവനുമായ പ്രദ്യുമ്നനെ ദൃഷ്ട്വാ, കണ്ടിട്ട്. കൃഷ്ണം മത്വാ സ്ത്രീയോ ഹ്രീദാഹ. സ്ത്രീയ, അവിടെയുള്ള സ്ത്രീകളൊക്കെ കണ്ടിട്ട് എന്തായി? കൃഷ്ണം മത്വാ, ഇത് കൃഷ്ണൻ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട്, ദൂരത്തുനിന്ന് കാണുമ്പോൾ കൃഷ്ണനെ പോലെ തന്നെ തോന്നിയത് കൊണ്ട് കൃഷ്ണൻ വരുന്നു എന്ന് വിചാരിച്ച് ഹ്രീദാഹ എന്ന് പറയുമ്പോൾ ലജ്ജിതാഹ, കൃഷ്ണനോട് പ്രകടിപ്പിക്കുന്ന ആ ലജ്ജാഭാവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തത്ര തത്ര നിലില്യുഹു. ഹ എന്നുള്ളത് ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ്. നിലില്യുഹു എന്ന് പറഞ്ഞാൽ നിതരാം ലീനരായി, ലയിച്ചു എന്നൊക്കെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറഞ്ഞു എന്നർത്ഥം. അവര് ഏതെങ്കിലും മറവുകൾ തേടി ലജ്ജ കൊണ്ട് സ്വയം മറച്ചു എന്നർത്ഥം. ഏതെങ്കിലും തൂണുകൾക്കോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കോ മറവിലേക്ക് അവർ നീങ്ങി. എന്നിട്ട് സൂക്ഷിച്ചു നോക്കുകയാണ് കൃഷ്ണനെ, കൗതുകത്തോടെ നോക്കുകയാണ്. കൃഷ്ണനാണെന്ന് വിചാരിച്ചുകൊണ്ട്
അവർ നിലീനരായി അവിടെ ഒളിഞ്ഞു എന്നാണ്, ലയിച്ചു. അത് കഴിഞ്ഞ് അവധാര്യ ശനൈരീഷത് വൈലക്ഷണ്യേന യോഷിതഃ ഉപജഗ്മുഃ പ്രമുദിതാഃ സസ്ത്രീരത്നം സുവിസ്മിതാഃ. അവധാര്യ ശനൈരീഷത് വൈലക്ഷണ്യേന യോഷിതഃ ഉപജഗ്മുഃ പ്രമുദിതാഃ സസ്ത്രീരത്നം സുവിസ്മിതാഃ. പിന്നീട് ഈഷത് വൈലക്ഷണ്യേന ശനൈഹി അവധാര്യ. ഈഷത് അല്പം, വൈലക്ഷണ്യം ലക്ഷണഭേദം. ആരുമായിട്ട്? കൃഷ്ണനുമായിട്ട് എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഒരേപോലെയുള്ള രണ്ട് ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇവ തമ്മിലുള്ള 6 വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക. നമ്മളൊക്കെ കുട്ടിക്കാലത്തും അല്ലേ പൂമ്പാറ്റയിലും ബാലരമയിലും ഒക്കെ കളിച്ചതാണ്. വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാലേ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചില ഡോട്ടുകളോ ചില വൃത്തങ്ങളോ എന്തെങ്കിലും ഒരു വരയോ ഒക്കെ ആയിരിക്കും, കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഈഷത് വൈലക്ഷണ്യം ഇന്നുമുണ്ട് അങ്ങനത്തെ കളികളൊക്കെ. അപ്പം അതുപോലെ ഈഷത് വൈലക്ഷണ്യേന അല്പവൈലക്ഷണ്യം കൊണ്ട് ശനൈഹി അവതാര്യ, പതുക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട്. അവധാരണം എന്ന് പറഞ്ഞാൽ ശരിയായ അറിവ്, തെറ്റിദ്ധാരണ മാറിയിട്ട് ഇത് കൃഷ്ണനല്ല, ഇത് കൃഷ്ണനെ പോലെയുള്ള വേറെ ആരോ ആണ്, കൃഷ്ണനുമായിട്ട് സാമ്യമുണ്ട് പക്ഷെ കൃഷ്ണനല്ല എന്ന് ഗ്രഹിച്ചിട്ട് ശനൈഹി അവതാര്യ പ്രമുദിതാഹ യോഷിതഃ, അവർ സന്തോഷിച്ചവരായ സ്ത്രീകൾ. കാരണം കൃഷ്ണനെ പോലെ തന്നെ സുന്ദരനായിട്ട് ഒരാളെ കാണുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാവുന്നു. അങ്ങനെയുള്ള ആ യോഷിതഃ സസ്ത്രീരത്നം ഉപജഗ്മുഹു, സ്ത്രീരത്നത്തോടുകൂടി ഉള്ള അവനെ ഉപജഗ്മു, അവൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുകയാണ് കൗതുകത്തോടെ. ആരാണിത് എന്ന്. മറിഞ്ഞിരുന്നവരൊക്കെ പുറത്തേക്ക് വന്നു എന്നർത്ഥം. പുതിയ ആളെ കണ്ടപ്പോൾ ധാരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. സുവിസ്മിതാഹ, അത്യന്തം ആശ്ചര്യത്തോടു കൂടിയവരായിട്ട്, കൗതുകത്തോടു കൂടിയവരായിട്ട് ഈ പ്രദ്യുമ്നനെ അവരെല്ലാം കാണുകയാണ്. അവർക്ക് പുതിയൊരാളാണ്, എന്തായാലും കൃഷ്ണനല്ല എന്ന് അവർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി എന്നർത്ഥം അല്ലേ? ആധ്യാത്മിക സത്യാന്വേഷികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും ബുദ്ധിയും ആത്മാവും തമ്മിൽ സാമ്യം കൽപ്പിച്ച് ബുദ്ധിയാണ് ആത്മാ എന്ന് തെറ്റിദ്ധരിച്ച് കുടുങ്ങിപ്പോകാറുണ്ട്. വിജ്ഞാനമയമാണ് ആത്മാ എന്ന് ധരിക്കുന്ന വിശ്വാസികളുണ്ട്. അതിലുള്ള ദാർശനികന്മാരുണ്ട്. ഇനി ബൗദ്ധ ദർശനത്തിലൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാമ്യം ഇവിടെ ഈ അവതരണത്തിലും കാണുന്നു എന്നറിയാം. ബുദ്ധിയെ ആത്മാവായി ധരിക്കുക, അതല്ല എന്ന് ഉറപ്പിക്കാനാണ് നമ്മൾ പാടുന്നത്. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം. അഹം മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, അഹങ്കാരമല്ല, അത് ബുദ്ധിയാണ്. ബുദ്ധിക്ക് ഈഷത് വ്യത്യാസമുണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ചൈതന്യത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ചൈതന്യത്തിൻ്റെ പ്രകാശത്തെയാണ് ബുദ്ധി പ്രകാശിപ്പിക്കുന്നത്. ബുദ്ധിയുടെ ധർമ്മം മറ്റൊന്നാണ്, പരിമിതമായ ഒരു ധർമ്മമാണ് ബുദ്ധിക്കുള്ളത്. അത് ആത്മാവല്ല. ബുദ്ധിക്ക് ആത്മാവിൻ്റേതായിട്ടുള്ള എല്ലാ അനന്തമായിട്ടുള്ള ശക്തിയും ഇല്ല. ബുദ്ധിക്ക് ബുദ്ധിയുടേതായിട്ടുള്ള ശക്തിയുണ്ട്. അതെവിടുന്ന് കിട്ടുന്നു? അത് ഇതിൻ്റെ റിഫ്ലക്ഷനാണ്, ആത്മാവിൻ്റെ ചൈതന്യ പ്രസരണമാണ്. അതുകൊണ്ട് പരിമിതമായ ബുദ്ധി ആത്മാവല്ല എന്ന് നിരൂപിക്കേണ്ടതാണ്, വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. വിജ്ഞാനമയം ആത്മാവല്ല. അപ്പൊ ഇതിനൊക്കെ വേദാന്തത്തിൽ പ്രക്രിയകളുണ്ട്. നമ്മുടെ തൈത്തിരീയ ഉപനിഷത്തിൽ പഞ്ചകോശ വിവേചന ഭാഗങ്ങൾ വളരെ വിശദമായിട്ട് പറയുമ്പോൾ എന്താ പറയുക, ആ വരുണപുത്രനായ ഭൃഗു തൈത്തിരീയോപനിഷത്തിൽ അച്ഛൻ അന്വേഷിക്കാൻ പറഞ്ഞു വിടുന്നുണ്ട്. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി.
എവിടുന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉത്ഭവിക്കുന്നത്, ഏതൊന്നിനാലാണ് എല്ലാം നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണ് എല്ലാം ചെന്ന് വിലയം പ്രാപിക്കുന്നത്, അതിനെക്കുറിച്ച് അന്വേഷിക്കൂ, അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ വരുണപുത്രനായ ഭൃഗു ചെന്ന് അന്വേഷിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വന്ന് പറയും. അന്നം ബ്രഹ്മേ ദിവ്യജാനാത്. ആദ്യം വന്ന് പറയുന്നത് ഈ അന്നമയമായ ശരീരാദികളാണ് ബ്രഹ്മം. കാരണം അന്നാദ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തേ അന്നേന ജാതാനി ജീവന്തി അന്നം പ്രയന്ത്യഭിസംവിശന്തി. എല്ലാം അന്നത്തിൽ നിന്നല്ലേ ഉത്ഭവിക്കുന്നത്, എല്ലാം അന്നം കൊണ്ടല്ലേ നിലനിൽക്കുന്നത്, എല്ലാം അന്നത്തിലേക്കല്ലേ ചെന്ന് വിലയം പ്രാപിക്കുന്നത്. അതുകൊണ്ട് അന്നമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് മറുപടി പറയുമ്പോൾ, പോരാ മോനെ, ഇനിയും ചെന്ന് അന്വേഷിക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും സതപോ തപ്യത സതപസ്തത്വ, വീണ്ടും അവൻ തപസ് ചെയ്ത് തിരിച്ചു വരും. പ്രാണോ ബ്രഹ്മേ ദിവ്യചാനാത്, പ്രാണനാണ് ബ്രഹ്മമെന്നവൻ അറിഞ്ഞ് തിരിച്ചു വരികയാണ്. വീണ്ടും പറയും, പോരാ മോനെ, ഇനിയും തപസ് ചെയ്യുക, അന്വേഷണം ചെയ്യുക. അപ്പോൾ പറയും, മനോ ബ്രഹ്മേ ദിവ്യജാനാത്, മനസ്സാണ് ബ്രഹ്മമെന്നറിഞ്ഞു. അപ്പോഴും പറയും, അല്ലപ്പാ, മനസ്സല്ല, ഇനിയും പിന്നാലേക്ക് പോകൂ. അപ്പോഴാണ് വിജ്ഞാനം ബ്രഹ്മേ ദിവ്യജാനാത്, വിജ്ഞാനമയ കോശത്തെ, ബുദ്ധിതത്വത്തെ ബ്രഹ്മമെന്നറിഞ്ഞ് അവൻ വന്നു. അപ്പോഴും ഇത് തന്നെ പറഞ്ഞയക്കും, പോരാ, ഇനിയും തപസ് തുടരട്ടെ, അന്വേഷണം തുടരട്ടെ എന്ന്. അപ്പോഴാണ് ആനന്ദം ബ്രഹ്മേ ദിവ്യജാനാത് ആനന്ദാധ്യേവ കൽവിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്ത്യഭിസംവിശന്തി സൈഷാ ഭാർഗവീ വാരുണീ വിദ്യ. അപ്പം അങ്ങനെ ആനന്ദത്തിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്, ആനന്ദത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്, ആനന്ദത്തിലാണ് എല്ലാം വിലയം പ്രാപിക്കുന്നത്, ആനന്ദം തന്നെയാണ് ബ്രഹ്മ എന്ന് നിരൂപിച്ചു. അതുതന്നെയാണ് വാരുണി ഭാർഗവീ വിദ്യ. വരുണപുത്രനായ ഭൃഗുവിൻ്റെ വിദ്യയാണ്, ഭൃഗു കണ്ടുപിടിച്ച, അന്വേഷിച്ച് എത്തിയതായിട്ടുള്ള വിദ്യയാണ് ഈ വിദ്യ. അങ്ങനെ ആനന്ദമാണ് പരംബ്രഹ്മ, ആനന്ദമാണ് ആധാരം, ഏറ്റവും പരമമായ കാരണം. പരബ്രഹ്മത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ് എന്ന് ആനന്ദത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം അവിടേക്ക് എത്തണം. കൃഷ്ണൻ ആനന്ദമാണ്, പ്രദ്യുമ്നൻ വിജ്ഞാനമാണ്. അപ്പം തെറ്റിദ്ധരിക്കും. ഏറ്റവും സന്നികർഷം കൊണ്ട് ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ അടുത്ത് ഒരു സ്ഫടികം വെച്ചാൽ ചെമ്പരത്തിപ്പൂ സ്ഫടികം ചുവന്നതാണെന്ന് തോന്നും. സ്ഫടികം ചുവന്നതല്ല, ചെമ്പരത്തിപ്പൂവിൻ്റെ സാമീപ്യം കൊണ്ട് ചുവന്നതാണെന്ന് തോന്നുകയാണ്. എന്നതുപോലെ ബ്രഹ്മത്തിൻ്റെ ചില ലക്ഷണങ്ങളെല്ലാം ബുദ്ധിയിലും കാണും, അടുത്തിരിക്കുന്നതുകൊണ്ട്, ഏറ്റവും അടുത്തിരിക്കുന്നതുകൊണ്ട്. ഇതെല്ലാം തത്വം സൂചിപ്പിച്ചതാണ്. ഈ കഥയിൽ ഇതൊക്കെ അടങ്ങിയിരിപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ഇവർ നല്ലോണം നോക്കിയപ്പോൾ, സൂക്ഷ്മമായിട്ട് വിചാരണം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കൃഷ്ണനല്ല, ഇത് പ്രദ്യുമ്നനാണ് എന്ന്. പ്രദ്യുമ്നനല്ല, ഏതോ ഒരു അന്യപുരുഷനാണെന്ന് അവർ റെക്കഗ്നൈസ് ചെയ്തു. അവധാര്യ ശനൈരീഷത് വൈലക്ഷണ്യേന യോഷിതഃ ഉപജഗ്മുഃ പ്രമുദിതാഃ സസ്ത്രീരത്നം സുവിസ്മിതാഃ അധ തത്രാസിതാപാംഗീ വൈദർഭീ വൽഗുഭാഷിണി അസ്മരത് സ്വസുതം നഷ്ടം സ്നേഹസ്നുതപയോധരാ. അധ തത്രാസിതാപാംഗീ വൈദർഭീ വൽഗുഭാഷിണി അസ്മരത് സ്വസുതം നഷ്ടം സ്നേഹസ്നുതപയോധരാ. അതാനന്തരം തത്ര, അവിടെ ആര് വന്നു? രുക്മിണീ ദേവി വിവരമറിഞ്ഞു വന്നു. ഒരു യുവാവ് വന്നിരിക്കണു, കൃഷ്ണനെ പോലെ തന്നെ ഉണ്ട് എന്ന്. അല്ലേ? ഇന്നത്തെ കാലത്താണെങ്കിൽ ഭാര്യമാര് ഭർത്താവിൻ്റെ കഴുത്തിന് പിടിക്കും. ഞാനറിയാതെ എവിടെയാ നിങ്ങൾക്ക് സംബന്ധം എന്ന് ചോദിച്ചുകൊണ്ട്
പക്ഷെ ഇവിടെ രുക്മിണി അങ്ങനെയുള്ളവളല്ല. രുക്മിണി വളരെ ശാന്തയായിട്ട് ഈ ചെറുപ്പക്കാരനെ നോക്കിയപ്പോൾ ആ രുക്മിണിയുടെ സ്തനങ്ങൾ ചുരക്കാൻ തുടങ്ങി. അതാണ് സ്നേഹസ്നുത പയോധര. സ്നേഹം കൊണ്ട് സ്രവിക്കുന്നതായിട്ടുള്ള പയോധരങ്ങൾ സ്തനങ്ങളോട് കൂടിയവളായിട്ട്. അതാണ് തത്ര സ്നേഹസ്നുത പയോധര വൽഗുഭാഷിണി വൈദർഭി. മനോഹരമായി സംഭാഷണം ചെയ്യുന്നവളായ ആ വിദർഭ രാജകുമാരിയായിരുന്ന രുക്മിണി ദേവി. അസിതാപാംഗി. അപാങ്കം എന്ന് പറഞ്ഞാൽ കടക്കണ്ണാണ്, അസിതം കറുത്തത്, അപ്പൊ കരിമിഴി ആയിട്ടുള്ള ആ സുന്ദരി എന്നർത്ഥം. സുന്ദരിയായ ദേവി നഷ്ടം സ്വസുതം അസ്മരത്. നഷ്ടപ്പെട്ടതായിട്ടുള്ള സ്വപുത്രനെ കുറിച്ച് സ്മരിച്ചു. ഈ കുട്ടിയെ കണ്ട മാത്രയില് ഉടനെ ആ ദേവിയുടെ ഉള്ളില് തന്റെ പുത്രനാണിത് എന്ന് തോന്നിപ്പോയി, അല്ലെങ്കിൽ പുത്രനെ പോലെ ഇരിക്കുന്നു. അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങൾ പറയുന്നത്. കോന്വയം നരവൈദൂര്യഃ കസ്യ വാ കമലേക്ഷണഃ ധൃതകയാ വാ ജഠരേ കേയം ലബ്ധാ ത്വനേന വാ മമ ചാപ്യാത്മജോ നഷ്ടോ നീതോ യസ്സൂതികാ ഗൃഹാത് ഏതത്തുല്യവയോ രൂപോ യതി ജീവതി കുത്രചിത് കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം സാർംഗദന്വനഃ ആകൃത്യാവയവൈർഗത്യാ സ്വരഹാസാവലോകനൈഃ സയേവ വാ ഭവേന്നൂനം യോ വേ ഗർഭേ ധൃതോർഭഗഃ അമുഷ്മിൻ പ്രീതിരധികാ വാമസ്ഫുരതി മേ ഭുജഃ. രുക്മിണിയുടെ ചിന്തകളാണ് ഈ 4 ശ്ലോകങ്ങൾ. കോന്വയം നരവൈദൂര്യഃ കസ്യ വാ കമലേക്ഷണഃ ധൃതകയാ വാ ജഠരേ കേയം ലബ്ധാ ത്വനേന വാ. നരവൈഡൂര്യഃ, വൈഡൂര്യം വൈദൂര്യം രത്നത്തിന്റെ പര്യായമാണ്. അപ്പൊ നരവൈഡൂര്യഃ പുരുഷന്മാരിൽ വെച്ച് മനുഷ്യരിൽ വെച്ച് രത്നം പോലെ ഇരിക്കുന്ന ഈ നരോത്തമൻ എന്നർത്ഥം. ഈ നരോത്തമനായ അയം എല്ലാം കൊണ്ടും ലക്ഷണങ്ങളൊക്കെ കൊണ്ട് ഉത്തമനാണ്. അയം ഇവൻ കോനു, ഹൂ ഈസ് ഹി എന്നിങ്ങനെ കോനു ആരാണ്? കമലേക്ഷണഃ കസ്യവാ, ഈ താമരക്കണ്ണൻ ആരുടെ പുത്രനാണ് എന്നർത്ഥം. കസ്യവാ ആരുടെ മകനാണാവോ ഈ സുന്ദരനായിട്ടുള്ള താമരക്കണ്ണൻ? കസ്യവാ കയാവാ ജഡരേ ധൃതഃ. അപ്പോ കസ്യവ എന്നുള്ളത് പുരുഷ ശബ്ദമായതുകൊണ്ട് അച്ഛനാരാണ് എന്നും, ഇനി കയാവ എന്ന് പറയുമ്പോൾ ഏതൊരുവളാലാണ്, ഏതമ്മയാലാണ് ജഡരേ ധൃതഃ ഉദരത്തിൽ ധരിക്കപ്പെട്ടത്, ഗർഭത്തിൽ വഹിക്കപ്പെട്ടത്. അപ്പൊ ഏതമ്മ ഇവനെ ഗർഭത്തിൽ ധരിച്ച് പ്രസവിച്ചുവോ, ഏത് പുരുഷന്റെ പുത്രനാണോ ഇയാൾ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അനേന ലബ്ധ ഇയം കാവ, കൂടെയുള്ള മായാവതിയെ നോക്കിക്കൊണ്ട് ചിന്തിക്കുകയാണ്. ഇയം കാവ, ഇവൾ ആരാണ്? അനേന ലബ്ധ ഇവന് കിട്ടിയിരിക്കുന്നത്. ഇവന് ഭാര്യയായിട്ട് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവന്റെ കൂടെയുള്ളതായിട്ടുള്ള ഈ യുവതി, ഈ സ്ത്രീരത്നം അതാരാണ്? ഈ സുന്ദരി ആരാണാവോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ അച്ഛനാരാണ്, അമ്മയാരാണ്, ഈ കൂടെ വന്നിരിക്കുന്ന സ്ത്രീ ആരാണ്, ഈ പുരുഷരത്നം വാസ്തവത്തിൽ ആരാണ് എന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് ഉടനെ ആ ചിന്ത വരുന്ന എന്താണ്? മമചാപി ആത്മജോ നഷ്ടോ നീതോ യസൂതികാ ഗൃഹാത് ഏതത്തുല്യവജോ രൂപോ യതി ജീവതി കുത്രചിത്. എന്താണ്? മമ ആത്മജഃ നഷ്ടഃ, എന്റെ പുത്രൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യഹ ഏതൊരുവനാണോ അവൻ സൂതികാഗൃഹാത് നീതഃ, സൂതികാഗൃഹം പ്രസവിച്ചു കിടക്കുന്ന സ്ഥലം. അപ്പൊ എന്റെ പ്രസവിച്ചു കിടക്കുന്ന ആ സന്ദർഭത്തിൽ അവിടുന്ന് നീതഃ തട്ടിയെടുത്ത് കൊണ്ടുപോകപ്പെട്ടു, നയിക്കപ്പെട്ടു. ആരോ തട്ടിക്കൊണ്ടുപോയി സൂതികാഗൃഹത്തിൽ നിന്ന്. കുത്രചിത് യതി ജീവതി ഏതത്തുല്യവയോരൂപ, യതി എന്ന് പറഞ്ഞാൽ എങ്കിൽ, കുത്രചിത് എവിടെയെങ്കിലും അവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഏതത്തുല്യവയോരൂപ, ഇവന്റെ വയസ്സും ഇവന്റെ രൂപവും എങ്ങനെയുണ്ടോ അതുപോലെ ഇരിക്കും അവനും. ഒരു താരതമ്യം നടക്കുകയാണ്.
തത്വമസി മഹാവാക്യത്തിൻ്റെ സ്വയം ദേവദത്ത എന്നുള്ള ലക്ഷണാവൃത്തി പ്രകാരമുള്ള ചിന്ത പോലെ ഏതോ കാലത്ത് ഏതോ ദേശത്ത് കണ്ടിരുന്ന ഒരു പയ്യൻ ദേവദത്തൻ, മൂക്കൊലിച്ച് അല്ലേ ടയറും ഉരുട്ടിക്കൊണ്ട് നടന്നിരുന്ന ദേവദത്തൻ അതാ വരുന്നു, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ബെൻസ് കാറിൽ നല്ല ശരീരപുഷ്ടിയൊക്കെ ആയിട്ട് നല്ല ഗ്ലാമറോടുകൂടി വരുന്നു. അപ്പോൾ തിരിച്ചറിയില്ല ആളുകൾക്ക്. പക്ഷേ വിവരമുള്ളവർ, വിവേകമുള്ളവർ, സൂക്ഷിച്ചു നോക്കുന്നവർ മനസ്സിലാക്കും, ഇതേ നമ്മുടെ ദേവദത്തനാ. അന്ന് ഏതോ ദേശത്ത് ഏതോ കാലത്ത് എങ്ങനെയോ ഇരുന്ന ദേവദത്തൻ ഇപ്പൊ ഈ ദേശത്ത് ഈ കാലത്ത് ഈ രൂപത്തിലിരിക്കുന്നു. പരസ്പരം കളയാനുള്ളതൊക്കെ കളഞ്ഞ് സാമ്യമുള്ള കാര്യങ്ങളെ മാത്രം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ദേവദത്ത സഹ അയം ദേവദത്ത, ഇവൻ ആ ദേവദത്തൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കും, അതിന് വിചാരം ചെയ്യണം. അതുപോലെ ഇവിടെ ദേവി ചിന്തിക്കുകയാണ്, തനിക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള തൻ്റെ പുത്രൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഇരിക്കും. ഏതത്തുല്യവയോരൂപ യതി ജീവതി കുത്രചിത്. കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർംഗധന്വനഃ ആകൃത്യാവയവൈർഗത്യ സ്വരഹാസാവലോകനൈഃ. അപ്പോൾ കഥം തു അനേന പ്രാപ്തം ശാർംഗധന്വനഃ സാരൂപ്യം. എല്ലാ ഭാര്യമാരും അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ചിന്തിക്കും പോലെ തന്നെ ഇവിടെ ചിന്തിക്കുകയാണ്, പക്ഷെ നല്ല രീതിയിൽ. അനേന ഇവനാൽ ശാർംഗധന്വനഃ സാരൂപ്യം കഥം സംപ്രാപ്തം. ആ ശാർംഗധന്വാവ്, ശാർംഗം വില്ല് ധരിച്ചിരിക്കുന്നവനായ കൃഷ്ണനുമായിട്ട് സാരൂപ്യം, ഒരേ രൂപത, സ്വരൂപത, എന്താ പറയുക, സാരൂപ്യം കഥം സംപ്രാപ്തം, എങ്ങനെ പ്രാപിച്ചു? അപ്പൊ കൃഷ്ണനുമായിട്ടുള്ള രൂപസാരൂപ്യം ഇവന് എങ്ങനെ സംപ്രാപ്തമായി? എങ്ങനെയൊക്കെയാണ് സാരൂപ്യം? എന്തൊക്കെ നോക്കുമ്പോഴും ആകൃതി, അവയവം, ഗതി, സ്വരം, ഹാസം, അവലോകനം എല്ലാം കൃഷ്ണനെ പോലെ. ആകൃതി എന്ന് പറഞ്ഞാൽ ആ ഫിസിക്കൽ, എന്താ പറയുക, ശരീരത്തിന്റെ സ്ട്രക്ചർ. അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ അവയവങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഘടനകൾ. ഓരോ അവയവങ്ങളും എങ്ങനെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് അതുപോലെ തന്നെ. ഗതി, കൃഷ്ണനെ പോലെ തന്നെ ഗമിക്കുക, സഞ്ചാരം. സ്വരം, കൃഷ്ണന്റെ അതേ ശബ്ദം. ഹാസം, കൃഷ്ണൻ ചിരിക്കും പോലെ തന്നെ ചിരിക്കുന്നു. അവലോകനം, കൃഷ്ണൻ നോക്കും പോലെ തന്നെ നോക്കുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ടും ആ ശാർംഗധന്വാവുമായിട്ട് സാരൂപ്യം ഇവൻ എങ്ങനെ സംപ്രാപിച്ചു? ഇതാരാണപ്പോൾ എന്നിങ്ങനെ സത്യാന്വേഷണം ചെയ്യുകയാണ്. കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർംഗധന്വനഃ ആകൃത്യ അവയവൈർഗത്യ സ്വരഹാസാവലോകനൈഃ സയേവ വാ ഭവേൻ നൂനം യോ മേ ഗർഭേ ധൃതോർഭഗഃ അമുഷ്മിൻ പ്രീതിരധികാ വാമസ്ഫുരതി മേ ഭുജഃ. സയേവ വാ ഭവേൻ നൂനം. അപ്പോ ആരാണോ യോ മേ ഗർഭേ ധൃതോ അർഭഗഃ, യഹ അർഭഗഃ മേ ഗർഭേ ധൃതഃ. ഏതൊരു അർഭകനെ, ബാലനെ, അന്ന് ബാലനായിരുന്നു, അർഭകനായിരുന്നു. അർഭകൻ എന്ന് പറഞ്ഞാൽ വാവിട്ട് നിലവിളിച്ച് പൊളിക്കുന്ന കുട്ടികളെയാണ് അർഭകന്മാരെന്ന് പറയുക. കാരണം അവർക്ക് ദേഹാഭിമാനമില്ല, ലജ്ജയില്ല, ഒരു സങ്കോചവുമില്ല. അതുകൊണ്ട് നിലവിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും അവർ. അതുപോലെ നിലവിളിച്ച് കരയും. അതുകൊണ്ടാണ് അവരെ അടക്കമില്ലാത്ത ശബ്ദം പുറപ്പെടുവിക്കുന്നവരാണ് അർഭകന്മാര്. അപ്പോൾ ആ അർഭകൻ എന്താണ്? യോ മേ ഗർഭേ ധൃതഃ അർഭകഃ. ഏതൊരു അർഭകനാണോ എന്നാൽ എന്റെ ഗർഭത്തിൽ ധരിക്കപ്പെട്ടത്, സയേവ വാ ഭവേത് നൂനം, അവൻ തന്നെ ആയിരിക്കും ഇത്. അപ്പൊ എന്റെ നഷ്ടപ്പെട്ട പുത്രൻ തന്നെ ആയിരിക്കും ഇത്. കാരണം അതിന്റെ ലക്ഷണങ്ങൾ ദേവിക്ക് അറിയാം, അത് പറയണു. മുഷ്മിൻ പ്രീതിരധികാ, ഇവന്റെ നേരെ എനിക്ക് അധികാ പ്രീതി, അധികമായിട്ടുള്ള പ്രേമം തോന്നുന്നു, വാത്സല്യം തോന്നുന്നു.
അവനെ കാണുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വാത്സല്യം കൊണ്ട് തുടിക്കുന്നു, എൻ്റെ സ്ഥലങ്ങൾ ചുരക്കുന്നു. അല്ലേ? അത് അറിയുന്നുണ്ട് ദേവി. അതാണ് പ്രീതിഹി അധിക മേ വാമഹ ഭുജഹ സ്ഫുരതി. എൻ്റെ ഇടത്തെ കൈ പിടയ്ക്കുന്നു, തുടിക്കുന്നു. ഇപ്പൊ സ്ത്രീകളുടെ ശുഭലക്ഷണമായിട്ടാണ് ഇടതുഭാഗത്ത് കയ്യ്, കണ്ണ്, തുട ഇതൊക്കെ സ്ഫുരിക്കുന്നത്. അപ്പൊ നല്ലൊരു ശുഭലക്ഷണമായിട്ട് നിമിത്ത ഇത് വെച്ചിട്ട്, ലക്ഷണം വെച്ചിട്ട് എൻ്റെ ഇടതുവശം തുടിക്കുന്നു, എൻ്റെ ഇടത് കൈയൊക്കെ തുടിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ശുഭസൂചകമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. എൻ്റെ നഷ്ടപ്പെട്ടു പോയ പുത്രൻ തന്നെയാണ് ഇവൻ. എൻ്റെ ഗർഭത്തിൽ ധരിച്ച അതേ അർഭകൻ തന്നെയാണ് ഇവൻ. അത് കാരണമാണ് എൻ്റെ ഉള്ളില് എന്തെന്നില്ലാത്ത പ്രീതി ഉണ്ടാകുന്നത്. ഈ ലോകത്തില് നമുക്കും അങ്ങനെ പലരുമായിട്ടും ഇടപഴകുമ്പോൾ ഏതെങ്കിലും ജന്മങ്ങളിൽ കണ്ടവരായിരിക്കാം, ഏതെങ്കിലും ജന്മങ്ങളിൽ നമ്മളുമായിട്ട് ഒത്തു ജീവിച്ചവരായിരിക്കാം. ഭാര്യാഭർത്താക്കന്മാരായിട്ടോ, അച്ഛനും മക്കളുമായിട്ടോ, സഹോദരങ്ങളായിട്ടോ, സുഹൃത്തുക്കളായിട്ടോ, മറ്റു തരത്തിൽ ബന്ധുക്കളായിട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോഴാണ് നമുക്ക് ആകസ്മികമായിട്ട് എവിടെയെങ്കിലും വെച്ച് ആദ്യമായിട്ട് കാണുമ്പോഴും ഒരു പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടാവും, എന്തോ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളെ കർമ്മങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഒന്നുകിൽ നമ്മൾ അവരുമായിട്ട് കൂടുതൽ അടുത്ത് അവരെ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ ദുഃഖിപ്പിക്കും. രണ്ടും ഉണ്ടാവും. ചിലപ്പോൾ സന്തോഷവും ദുഃഖവും കൊടുക്കും. കാരണം പഴയ കടങ്ങളും വീട്ടാനുണ്ട്. ആ കടങ്ങളാണ് നമ്മളെ അടുപ്പിക്കുന്നത്. അന്ന് ഉപദ്രവിച്ചവര് ഇന്ന് തിരിച്ചുപദ്രവിക്കും. അന്ന് സ്നേഹിച്ചവരും സഹായിച്ചവരും ഇന്ന് തിരിച്ച് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു ബന്ധവും ജീവിതത്തിൽ വാസ്തവത്തിൽ രക്തബന്ധമൊന്നുമില്ല, മറ്റു തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും പലരുമായിട്ട് നമുക്ക് കാണുമ്പോൾ ആ ഒരു അടുപ്പം തോന്നും. ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആദ്യമേ തോന്നും. കണ്ടിട്ടുള്ള ആളൊന്നും ആയിരിക്കില്ല, ഈ ജന്മത്തിൽ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ വളരെ അടുപ്പം തോന്നും. അത് പൂർവ്വജന്മത്തിൽ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ദേവിയെ സംബന്ധിച്ച് തൻ്റെ ഗർഭത്തിൽ നിന്ന് പോയ കുട്ടിയാണ്, താൻ പ്രസവിച്ച കുട്ടിയാണ്. അവൻ എത്ര വളർന്നാലും തിരിച്ചറിയാൻ അമ്മയ്ക്കുള്ള കഴിവ് അതൊരു അപാരമായിട്ടുള്ള കഴിവാണ്. അപ്പോൾ എന്തായാലും ദേവിയുടെ ലക്ഷണങ്ങൾ വെച്ചും എല്ലാം കൊണ്ടും ദേവി തീരുമാനിക്കുകയാണ് ഇതെൻ്റെ മകൻ തന്നെയാണ്. പക്ഷെ അതൊന്ന് കൺഫേം ചെയ്യണമല്ലോ, അല്ലേ? അതിനിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? വല്ല വില്ലേജ് ഓഫീസറുടെ നിന്ന് 1 and the same, അല്ലേ? അല്ലെങ്കിൽ നോട്ടറി പബ്ലിക്കിൽ നിന്ന് 1 and the same സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവരണം. ഇവിടെ ഇപ്പോൾ ആരാ നോട്ടറി? വരാനിരിക്കുന്നുണ്ട് ഒരു നോട്ടറി, എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കുന്ന നോട്ടറി. അതാണ് നാരദ മഹർഷി. നാരദ മഹർഷി വന്നിട്ടാണ് 1 and the same സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇരിക്കട്ടെ. ഏവം ഇമാം സമാനായാം വൈദർഭ്യാം ദേവകീസുതഃ ദേവക്യാനഗതുന്ദുഭ്യാം ഉത്തമ ശ്ലോക ആഗമത്. ഏവം ഇമാം സമാനായാം വൈദർഭ്യാം ദേവകീസുതഃ ദേവക്യാനഗതുന്ദുഭ്യാം ഉത്തമ ശ്ലോക ആഗമത്. വൈദർഭ്യാം ഏവം മീമാംസമാനായാം സത്യാം. വൈദർഭി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നർത്ഥം. സതിസപ്തമി. ഇപ്പൊ മീമാംസമാന എന്ന് പറയും. മീമാംസ എന്ന് പറഞ്ഞാല് വിചാരം ചെയ്യുക എന്നർത്ഥമാണ്. ബ്രഹ്മമീമാംസ, ധർമ്മമീമാംസ എന്നൊക്കെ പറയുന്നത് കർമ്മമീമാംസ. അതാത് വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തനമാണ്, ചർച്ചയാണ്, വിചാരമാണ്. അപ്പോൾ ഇവള് ഇങ്ങനെ മീമാംസമാനായ ബുദ്ധി കൊണ്ട് വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവകീസുതഃ ആഗമത്. ദേവകീപുത്രനായ ഭഗവാൻ കൃഷ്ണൻ വന്നു. അവിടെ ആരോടുകൂടെ? ദേവയ്ക്ക് ആനകദുന്ദുഭ്യാം, ദേവകിയോടും ആനകദുന്ദുബിയോടും കൂടെ. എന്ന് വെച്ചാൽ കൃഷ്ണന്റെ അമ്മയായ ദേവകിയും ആനകദുന്ദുബി വസുദേവർ, ആ വസുദേവരോടും കൂടെ, അച്ഛനമ്മമാരോടും കൂടെ ദേവകീസുതനായ ഭഗവാൻ ഉത്തമ ശ്ലോക, കീർത്തിക്കാൻ ഏറ്റവും യോഗ്യനായിരിക്കുന്ന ആ ഭഗവാൻ ആഗമിച്ചു. അപ്പോൾ വൈദർഭി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദാ ഭഗവാൻ വന്നു. വിജ്ഞാതാർത്ഥോപി ഭഗവാൻ
തൂഷ്ണീമാസ ജനാർദ്ദനഃ നാരദോഗതയത് സർവം ശംബരാഹരണാദികം വിജ്ഞാതാർത്തോപി ഭഗവാൻ തൂഷ്ണീമാസ ജനാർദ്ദനഃ നാരദോഗതയത് സർവം ശംബരാഹരണാദികം. വിജ്ഞാതാർത്ഥഃ അപി ഭഗവാൻ. ഭഗവാൻ സർവജ്ഞനാണ്. ഭഗവാൻ എന്ന പദം തന്നെ സർവജ്ഞതയെ സൂചിപ്പിക്കുന്നു. വിജ്ഞാതാർത്ഥഃ എല്ലാ അർത്ഥങ്ങളും എല്ലാ സംഗതികളും വിജ്ഞാതനാണ്, അറിയുന്നവനാണ്, എല്ലാം അറിയപ്പെട്ടവനാണ്. പക്ഷെ താനായിട്ടത് പറയുന്നില്ല. എന്ത് ചെയ്യുന്നു? ജനാർദ്ദനഃ തൂഷ്ണീം ആസ. ആ ജനാർദ്ദനൻ ശ്രീകൃഷ്ണൻ തൂഷ്ണീമാസ, മിണ്ടാതിരുന്നു. ആ സമയത്താണ് നാരദഃ, അതാ ആ ഗുരുവര്യനായ നാരദൻ വന്ന് ശംബര ആഹരണാദികം സർവം അകഥയത്. ശംബരൻ എന്ന അസുരൻ വന്ന് രുക്മിണിയുടെ സൂതികാഗൃഹത്തിൽ നിന്ന് 10 ദിവസം തികയാത്ത ഉണ്ണിയെ അപഹരിച്ചു കൊണ്ടുപോയ കഥ. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? മത്സ്യം ഭക്ഷിച്ചു. ആ മത്സ്യത്തെ മത്സ്യബന്ധനം ചെയ്യുന്ന മുക്കുവന്മാർ പിടിച്ചു. അവര് ശംബരാസുരന് സമ്മാനിച്ചു. ശംബരാസുരൻ അത് അടുക്കളയിൽ കൊടുത്തപ്പോൾ അവർ മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ണിയെ കിട്ടി. ആ ഉണ്ണിയെ പിന്നീട് മായാവതി വളർത്തി. ഈ മായാവതി എന്താ പറയുക, ഇദ്ദേഹത്തിന് ചേരേണ്ടവളാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള കഥകളൊക്കെ അങ്ങനെ അവര് ശംബരാസുരനെ വധിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആദികം എന്ന് പറഞ്ഞുകൊണ്ട് എക്സെട്ര എക്സെട്ര എല്ലാ കാര്യങ്ങളും നിർത്താം. ശംബര ആഹരണാദികം സർവം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സർവകഥയും പരസ്പരം ബന്ധിക്കേണ്ടേ, കണ്ണികൾ മുറിയാതെ എങ്ങനെ ചേർത്ത് വെക്കണമെന്ന് നാരദ മഹർഷിക്ക് അറിയാം. അപ്പൊ നാരദ മഹർഷി വന്ന് ഉപദേശിച്ചു തത്വമസി എന്ന്. ഗുരുക്കന്മാരാണ് കൺഫർമേഷൻ തരിക നമുക്ക്. നമ്മൾ ധ്യാനാദികളൊക്കെ അഭ്യസിച്ച് നമുക്ക് പല എന്താ പറയുക വിഷനുകളും ദർശനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ സംശയങ്ങൾ ഗുരുനാഥന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലനേഷൻ തരുന്നതും, അതുപോലെ നമ്മൾ വിചാരം ചെയ്ത് ഉണ്ടാവുന്ന ബോധം, ആ ബോധത്തെക്കുറിച്ച് സംശയരഹിതമായിട്ട് അതിന്നത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പ് തരുന്നതൊക്കെ ഗുരുക്കന്മാരാണ്. ഇവിടെ നാരദൻ എന്നാൽ ഗുരു. നാരം ആത്മവിഷയം ജ്ഞാനം ദദാതി. അപ്പോ ഇതുവരയ്ക്ക് ദേഹാഭിമാനമാകുന്ന ശംബരനാൽ അപഹരിച്ചു കൊണ്ടുപോയ ഈ ദേവദത്തൻ അഥവാ ഈ പ്രദ്യുമ്നൻ സാക്ഷാൽ ഭഗവാന്റെ അംശം തന്നെ എന്ന് ഉറപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം ഒപ്പം ചിന്തിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ കഥയെ നമുക്ക് ഈ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി, ഏത് കഥ വായിക്കുമ്പോഴും, നമ്മുടെ പുരാണ കഥകൾ വായിക്കുമ്പോഴും ഇതുപോലെ അതിൻ്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനോടുകൂടി വായിച്ചാൽ അത് കൂടുതൽ രസകരമായിരിക്കും, ആസ്വദിക്കാൻ പറ്റും. അപ്പം എന്തായാലും നാരദോ അഗതയത് സർവം ശംബരാഹരണാദികം. അപ്പോ തത്ശ്രുത്വാ മഹദാശ്ചര്യം കൃഷ്ണാന്തഃ പുരയോഷിതഃ അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതം ഇവാഗതം. തത്ശ്രുത്വാ മഹദാശ്ചര്യം കൃഷ്ണാന്തഃ പുരയോഷിതഃ അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതം ഇവാഗതം. കൃഷ്ണാന്തഃ പുരയോഷിതഃ, കൃഷ്ണന്റെ അന്തഃപുരത്തിലെ സ്ത്രീകൾ, അതിപ്പോ അമ്മമാര്, അതുപോലെയുള്ള സഹോദരിമാര്, അങ്ങനെയുള്ള ബന്ധുക്കളായിട്ടുള്ളവരെ എല്ലാ സ്ത്രീകളും തന്നെ മഹദാശ്ചര്യം തത്ശ്രുത്വ, അത്ഭുതമായിരിക്കുന്ന ആശ്ചര്യമായിരിക്കുന്ന ഈ വാർത്ത കേട്ട് ബഹൂനബ്ദാൻ നഷ്ടം മൃതം ആഗതം ഇവ ദൃഷ്ട്വ അഭ്യനന്ദൻ. ബഹൂനബ്ദാൻ വളരെ വർഷങ്ങൾ നഷ്ടം, കാണാതെയായി, നഷ്ടപ്പെട്ടു പോയതാണ്. മൃതം എന്ന് കരുതിയതാണ്, മരിച്ചുപോയി എന്ന് കരുതിയത്. ആഗതം ഇവ, അപ്പൊ മരിച്ചുപോയവൻ വന്നതുപോലെ കണ്ടിട്ട് ദൃഷ്ട്വ അഭ്യനന്ദൻ, ഇനി ഒരിക്കലും തിരിച്ചു വരുമെന്ന് വിചാരിച്ച കുട്ടിയല്ല, ഇപ്പതാ മരിച്ചുപോയി എന്ന് കരുതിയ കുട്ടി ഇതാ തിരിച്ചു വന്നിരിക്കണോ എന്ന് പറഞ്ഞ് ആ മരണത്തെ അതിജയിച്ചിരിക്കുന്നു, അല്ലേ, അമൃതസ്വരൂപനായി തിരിച്ചു വന്നിരിക്കണോ എന്നറിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു. ഇത് തന്നെയാണ് നമുക്കും വേണ്ടത്, അല്ലേ. നമ്മളും നമ്മുടെ സ്വരൂപത്തെ തിരിച്ചെടുത്ത്, ഇത് മരിക്കുന്നതല്ല, ഇത് ശംബരാസുരന്റെ കയ്യിൽ പെട്ടിട്ട് മൃതം എന്ന് തോന്നിയതാണ്. യഥാർത്ഥത്തിൽ
അമൃതമാണ് നമ്മുടെ സ്വരൂപം, നശിക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുക, ആത്മസ്വരൂപികളായി ആനന്ദിക്കുക. അതാണ് ഇവിടെ കൃഷ്ണാന്തപുര യോഷിത്തുക്കളെല്ലാം അഭിനന്ദിച്ചു എന്ന് പറഞ്ഞാൽ നന്നായി സന്തോഷിച്ചു എന്നർത്ഥം. ദേവകീ വസുദേവശ്ച കൃഷ്ണരാമൗ തദാ സ്ത്രിയഃ ദമ്പതി തൗ പരിഷ്വജ്യ രുക്മിണീ ച യയുർമുദം. ദേവകീ വസുദേവശ്ച കൃഷ്ണരാമൗ തദാ സ്ത്രിയഃ ദമ്പതി തൗ പരിഷ്വജ്യ രുക്മിണീ ച യയുർമുദം. ദേവകീ വസുദേവ, അച്ഛനമ്മമാർ, കൃഷ്ണന്റെ അച്ഛനമ്മമാരായ ഈ കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിയുമായിട്ടുള്ള ദേവകീ വസുദേവന്മാരും കൃഷ്ണരാമൗ, രാമകൃഷ്ണന്മാരും, തഥാ സ്ത്രീയ, അതുപോലെ മറ്റുള്ള സ്ത്രീകളും, രുക്മിണീച്ച, ആ രുക്മിണിയും, രുക്മിണീ ദേവി അമ്മയും, ദമ്പതി തൗ പരിഷ്വജ്യ, തൗ ദമ്പതീ പരിഷ്വജ്യ, ആ രണ്ട് ദമ്പതിമാരെയും ആലിംഗനം ചെയ്തിട്ട്, പ്രദ്യുമ്ന മായാവതിമാരെ സ്വീകരിച്ച് ആലിംഗനം ചെയ്തിട്ട്, മുദം യയുഹു, മോദത്തെ പ്രാപിച്ചു, ആനന്ദ നിർവൃതി അടഞ്ഞു എല്ലാവരും എന്നർത്ഥം. അപ്പോൾ പ്രദ്യുമ്ന മായാവതിമാരെ സ്വീകരിച്ചു, അവരെ എല്ലാവരും മാറി മാറി ആലിംഗനം ചെയ്ത് സന്തോഷിച്ചു. നഷ്ടം പ്രദ്യുമ്നമായാതം ആകർണ്യദ്വാരകൗകസഃ അഹോ മൃതൈവായാതോ ബാലോ ദിഷ്ട്യേദിഹാബ്രുവൻ. നഷ്ടം പ്രദ്യുമ്നമായാതം ആകർണ്യദ്വാരകൗകസഃ അഹോ മൃതൈവായാതോ ബാലോ ദിഷ്ട്യേദിഹാബ്രുവൻ. ആ ദ്വാരകൗകസഃ, ദ്വാരകാവാസികൾ, നഷ്ടം പ്രദ്യുമ്നം ആയാതം ആകർണ്യ. ഇനിയിപ്പോൾ നേരിൽ കേൾക്കാത്തവര് ദൂരെ ദൂരെയുള്ളവരൊക്കെ കേട്ടു. ആകർണ്യ, ആകർണനം കൃത്വ. എന്താണ് പ്രദ്യുമ്നം? നഷ്ടം ആയാതം, നഷ്ടപ്പെട്ടതായിട്ടുള്ള പ്രദ്യുമ്നൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് കേട്ടിട്ട് ആകർണ്യ അഹോ മൃതഃ ഇവ ബാലഃ ദിഷ്ട്യായാതഃ ഇതി അബ്രുവൻ. അഹോ ആശ്ചര്യം ആശ്ചര്യം, മൃതഃ ഇവ ബാലഃ, മരിച്ചുപോയവനെ പോലെയുള്ള കുട്ടി, മരിച്ചിട്ടില്ല, മരിച്ചുപോയവനെ പോലെയുള്ള കുട്ടി, ദിഷ്ട്യ, ഭാഗ്യം കൊണ്ട്, അയാതഃ, വന്നു ചേർന്നിരിക്കുന്നു, ഇതി അബ്രുവൻ. എല്ലാവരും ഇപ്രകാരം പറഞ്ഞു. എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. എല്ലാവരും ആശ്ചര്യം പ്രകടിപ്പിച്ചു പരസ്പരം പറഞ്ഞിട്ട്. ലേ, എന്തൊരു ഭാഗ്യം, എന്തൊരു സന്തോഷം ലേ നമുക്ക്. ആ ഭഗവാന് കൃഷ്ണന് ആദ്യമായി ഉണ്ടായ കുട്ടിയെ 10 ദിവസം തികയുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടപ്പോൾ നമ്മളൊക്കെ ദുഃഖിച്ചതാ. ഇപ്പൊ ആ കുട്ടി ഇതാ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു. അതിൻ്റെ ഇടയിൽ കൃഷ്ണന്റെ വേറെ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, മറ്റു പല വിവാഹങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും, മറ്റു കുട്ടികളൊക്കെ ജനിച്ചിട്ടുണ്ടാവും അല്ലേ. അത് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കണം ആ കഥ. ഈ കഥയിലൂടെ പോയി ഇനി തിരിച്ചു വന്നിട്ടാണ് ആ കഥയൊക്കെ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ പ്രദ്യുമ്നൻ തിരിച്ചു വരുമ്പോഴേക്കും കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും അദ്ദേഹം യൗവനത്തിലെത്തിയിട്ടാണല്ലോ, 10-20 വയസ്സെങ്കിലും ആയി കാണണം, അല്ലെങ്കിൽ ഒരു 16 വയസ്സെങ്കിലും ആയി കാണണം തിരിച്ചു വരുമ്പോൾ. അപ്പൊ അത്രയും കാലം കൊണ്ട് കൃഷ്ണന്റെ മറ്റു വിവാഹങ്ങളും മറ്റു സന്തതികളൊക്കെ പിന്നാലെ ജനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ പലപ്പോഴും ദ്വാരകയിലെ സ്ത്രീകൾ യോഷിതഃ എന്ന് പറയുമ്പോൾ രുക്മിണിയെ പോലെയുള്ള അമ്മമാര്, സത്യഭാമ, ജാമ്പവതി, ഭദ്ര, ലക്ഷ്മണ, സത്യ, ഇവരൊക്കെ അമ്മമാരാണ്. എല്ലാവരും സന്തോഷിച്ചു. അപ്പോ അഹോ മൃതൈവായാതോ ബാലോ ദിഷ്ട്യേതി ഹാബ്രുവന്. അവസാനത്തെ ശ്ലോകം പ്രദ്യുമ്നന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന അല്ലെങ്കിൽ മഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ്. യം വൈ മുഹു പിതൃസ്വരൂപ നിജേശഭാവാഃ തന്മാതരോ യദപജൻ ഗ്രഹഊഢഭാവാഃ ചിത്രം ന തദ്ഖലു രമാസ്പദബിംബബിംബേ കാമേ സ്മരേക്ഷി വിഷയേ കിമുദാന്യനാര്യഃ. യം വൈ മുഹുഃ പിതൃസ്വരൂപ നിജേശഭാവാഃ തന്മാതരോ യദപജൻരഹ ഊഢഭാവാഃ ചിത്രം ന തദ്ഖലു രമാസ്പദബിംബബിംബേ കാമേ സ്മരേക്ഷി വിഷയേ കിമുദാന്യനാര്യഃ.
അന്യനാര്യ കിമുത. കൈമുതിക ന്യായേന ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ കവി. മറ്റ് സ്ത്രീകളുടെ കാര്യം പറയേണ്ടതുണ്ടോ? കാരണം ഇവിടെ ഈ ദ്വാരകയിലെ എത്രയോ സ്ത്രീകൾ ഈ കാമദേവ തുല്യനായ കാമദേവൻ തന്നെയായ പ്രദ്യുമ്നനെ കണ്ട് അവരുടെ ഉള്ളില് എന്തെന്നില്ലാത്തൊരു അനുരാഗം ആ കുട്ടിയുടെ നേരെ ഉണ്ടാവുന്നു, ആ യുവാവിന്റെ നേരെ. അതാണ് പിതൃസ്വരൂപ നിജേശഭാവാഃ തന്മാതരഃ ഊഢഭാവാഃ യം വൈ മുഹുഃ രഹഃ അഭജന്. പിതൃസ്വരൂപ നിജേശഭാവാഃ, പിതാവിന് തുല്യമായിട്ടുള്ള നിജ ഈശൻ എന്നുള്ള ഭാവം കൊണ്ട് തങ്ങളുടെ സ്വാമിയായ ഭഗവാൻ കൃഷ്ണൻ തന്നെ എന്ന് ഈ പ്രദ്യുമ്നനെ കരുതിയിട്ട്, സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് നിജ ഈശൻ തന്നെയാണ് പിതാവുമായിട്ടുള്ള സാരൂപ്യമുള്ളവനായിട്ടുള്ള ഇവൻ എന്ന് ചിന്തിച്ച് തൻ മാതരഹ, അവന്റെ അമ്മമാർ എന്ന് പറഞ്ഞാൽ ഇവിടെ രുക്മിണിയുടെ സപത്നിമാരായിട്ടുള്ള അമ്മമാര്, ഊഢഭാവാഹ, ഊഢം നല്ലതുപോലെ വർദ്ധിച്ചത്, വഹിക്കപ്പെട്ടത്, ഉഹുത് ധാതുവിന്റെ രൂപാന്തരം, വർദ്ധിച്ച പ്രേമഭാവത്തോടെ എന്നർത്ഥം. ഊഢഭാവാഹ, അനുരാഗഭാവത്തോടെ, യം വൈ മുഹുഹു രഹഃ അഭജന്, ഏതൊരുവനെ പലപ്പോഴും രഹഃ ഏകാന്തത്തിൽ ഭജിച്ചുവോ. രമാസ്പദ ബിംബബിംബേ, ലക്ഷ്മീ ദേവിക്ക് പോലും ആസ്പദമായിരിക്കുന്ന മൂർത്തിയാണ് ഈ പ്രദ്യുമ്ന ബിംബം. എന്ന് വെച്ചാൽ കാമദേവനെയാണ് ലക്ഷ്മി ദേവി പോലും ആരാധിക്കുന്നത്, അല്ലേ? ഏത് വർഷത്തിലാണ്? കിംപുരുഷ വർഷമോ, ആ വർഷത്തില് ലക്ഷ്മി ദേവി ഇദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ട്, കാമദേവനെ ആരാധിച്ചുകൊണ്ട്, അപ്പൊ ലക്ഷ്മി ദേവിക്ക് പോലും ആസ്പദമായ മൂർത്തിയോടുകൂടിയവനാണ് ഈ ഇദ്ദേഹം. അങ്ങനെയുള്ള സ്മരേ കാമേ, ആ സ്മരണമാത്രത്തിൽ ക്ഷോഭിപ്പിക്കുന്നവനായ മന്മഥൻ, അക്ഷി വിഷയേ, ഇപ്പതാ പ്രത്യക്ഷമായിരിക്കുന്നു, ദൃഷ്ടിക്ക് ഗോചരനായിരിക്കുന്നു. അത് തത് ചിത്രം ന ഖലു, അത് വിചിത്രമൊന്നുമല്ല, ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അപ്പൊ ലക്ഷ്മി ദേവി പോലും ഏതൊരു കാമദേവനെ ഭജിക്കുന്നുവോ ആ കാമദേവനാണ് ഇപ്പതാ പ്രത്യക്ഷമായി പ്രദ്യുമ്ന രൂപത്തിൽ എല്ലാ സ്ത്രീകളുടെയും മനസ്സിനെ മഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെയുള്ള ദ്വാരകയിലെ സ്ത്രീകളെ ഇങ്ങനെയാണെങ്കിൽ അന്യനാരികളുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന് ഒരു ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. എല്ലാവരും ഈ കുട്ടിയുടെ സൗന്ദര്യത്തിൽ, അല്ലെങ്കിൽ ഈ യുവാവായിട്ടുള്ള പ്രദ്യുമ്നന്റെ കാമദേവന്റെ സൗന്ദര്യത്തിൽ എല്ലാവരും ഭ്രമിച്ചു എന്ന് പറയുന്നതും സാങ്കേതികം. എല്ലാവരും ഭ്രമിക്കുന്നതാണ് ഈ ബുദ്ധിയുടെ വൈഭവം, മഹാത്മ്യം. എല്ലാവരെയും ഭ്രമിപ്പിക്കുന്നതാണ്. ഈശ്വരന് സമീപത്ത് വസിക്കുന്നത് കൊണ്ട്, ബുദ്ധിയാണ് വിജ്ഞാനമയമാണ്, ആത്മാവുമായിട്ട് ഏറ്റവും ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിയിൽ എല്ലാവരും രമിക്കും. അവരാണ് ധീരന്മാര്, അല്ലെ? ബുദ്ധിയിൽ രമിക്കുന്നവരാണ് ധീരന്മാര്. എന്തായാലും ആ അതിശയോക്തിയോടെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി കാമദേവന്റെ അതേ മൂർത്തിയാണ് പ്രദ്യുമ്ന ഭഗവാന്റെ മൂർത്തി എന്ന് ചിന്തിക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ അധ്യായം നിർത്തുകയാണ്. ഇനി പ്രദ്യുമ്ന ചരിതം പിന്നീട് നമ്മുടെ അവിടെ സൂചിപ്പിക്കുമെങ്കിലും കുറച്ചുകൂടി വിശദമായിട്ട് വരുന്നത് സാമ്പനുമായിട്ടുള്ള യുദ്ധത്തിലാണ്. രാജസൂയ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാമ്പൻ ദ്വാരകയെ ആക്രമിക്കുമ്പോൾ പ്രദ്യുമ്നൻ ഏകനായിട്ട് ചെറിയൊരു സൈന്യത്തോടുകൂടെ, വലിയ സൈന്യത്തോടുകൂടി വന്ന സാമ്പനെ 28 ദിവസം എതിർത്ത് തോൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിൽക്കുന്നുണ്ട്, പിടിച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് കൃഷ്ണൻ വന്നിട്ടാണ് സാമ്പനെ വധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൃഷ്ണന് തുല്യനായി ശോഭിക്കുന്നതായിട്ടുള്ള പ്രദ്യുമ്ന മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് ഇതാ ഹരിയോമിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പ്രദ്യുമ്നോൽപത്തിർനാമ പഞ്ചപഞ്ചാശത്തമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്ത 2 അധ്യായങ്ങൾ സ്യമന്തകോപാഖ്യാനം. അതിൽ ആദ്യത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ 2 വിവാഹങ്ങൾ, സത്യഭാമയും ജാമ്പവതിയും. നാളെ രാവിലെ നോക്കാം. നാളെ രാവിലെ ക്ലാസ് ഉണ്ടാകാം. നാളെ വൈകുന്നേരം ഇല്ല, രാവിലെ ഉള്ളൂ. വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.